ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ക്രൈസ്റ്റ് ബ്ലസ്സസ് ടി വിയിൽ സാക്ഷിയായി നിൽപ്പാൻ സ്വർഗം എനിക്ക് ഒരുക്കിയ അവസരത്തിനായി ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് അശോക് കുമാർ. ഞാനൊരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ 1956 കോഴിക്കോട് ഒരു 12 കിലോമീറ്റർ അകലെ ഉള്ളൊരു ഗ്രാമത്തിൽ ആണ് ജനിച്ച് വളർത്തപ്പെട്ടത്. വലിയൊരു തറവാടാണ്. അച്ഛന് 7 ജ്യേഷ്ഠാഞ്ചന്മാരാണ്. അവിടെ അച്ഛന് തറവാട്ടിൽ അമ്പലമൊക്കെ ഉണ്ട്, അമ്മയുടെ വീട്ടിൽ അമ്പലമുണ്ട്. അങ്ങനെയാണ് അച്ഛനും അമ്മയും തമ്മിൽ ആ കല്യാണം നടക്കുന്നത്. തറവാട്ടിലായിരുന്നപ്പോൾ നല്ല സുഭിക്ഷമായ ജീവിതം. അവർ കാവ്, കുളം, അമ്പലം വേണ്ടുപോലെ ഫലവൃക്ഷങ്ങളെല്ലാം ഉണ്ട്. നല്ല രസകരമായ ജീവിതമായിരുന്നു എൻ്റെ കുഞ്ഞുനാളിൽ. അത് കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് 7 മക്കളാണ്, 6 ആണും 1 പെണ്ണും. ഞാൻ 6ാമനാണ്. എൻ്റെ തൊട്ട മൂത്ത ചേച്ചി, മൂത്ത 3 ജ്യേഷ്ഠന്മാർ. അങ്ങനെ ഇരിക്കെ എൻ്റെ 2ാമത്തെ ജ്യേഷ്ഠൻ ഇവിടെ നാട് വിട്ട് പോയിട്ട് അദ്ദേഹം മൈസൂരെത്തി. അങ്ങനെ അവിടെ ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കും. ആ കാലത്ത് എൻ്റെ കുഞ്ഞുനാളാണ്. ചേട്ടൻ തീയുടെ അടുപ്പിൽ വീണ് ഈ മുഖത്തിൻ്റെ ഈ ഭാഗവും കൈയെല്ലാം വെന്തുപോയി. അങ്ങനെ ചേട്ടനെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. ആ ചേട്ടൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഞങ്ങളെ സ്വന്തമായ വീട് വിൽക്കേണ്ടി വന്നു. പിന്നെ അച്ഛന് ഹോട്ടലായിരുന്നു. ഹോട്ടലെല്ലാം ആകെ തകർന്നു. അങ്ങനെ ഞങ്ങൾ ആ തറവാട്ടിലെ വീട് വിറ്റ്, അവിടെ ഉണ്ടായിരുന്ന ഞങ്ങളെ വീടെല്ലാം വിറ്റിട്ട് ഞങ്ങൾ നേരെ കുറേയും കൂടെ ഈ ടൗണിനോട് അടുത്ത് വന്ന് വാടക വീട്ടിൽ പാർത്തു. അങ്ങനെ ഇരിക്കെ അച്ഛന് ജോലിയൊന്നുമില്ല, അച്ഛൻ്റെ ബിസിനസ് എല്ലാം തകർന്നു. ഈ ജ്യേഷ്ഠൻ്റെ ശുശ്രൂഷയും എല്ലാം കൂടെ അച്ഛനാകെ മാനസികമായിട്ടാണോ എന്ന് എനിക്കറിയില്ല. അന്ന് ഞാൻ ആ ദേശത്ത് ഒരു LP സ്കൂളിൽ എനിക്ക് 5 വയസ്സാവുന്നേ ഉള്ളൂ. എൻ്റെ ജ്യേഷ്ഠൻ കൊണ്ട് ഇരുത്തും. ഇന്നത്തെ അംഗനവാടി കുട്ടികൾ ഇരുത്തുന്നത് പോലെ ഞാൻ ആ സ്കൂളിൽ പോയിട്ട് പേര് ചേർത്തില്ലെങ്കിൽ സ്കൂളിൽ ഉച്ചവരെ പോയിരിക്കും. ഒരു സ്ലേറ്റൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്ക് തിരികെ ഞാൻ വാടക വീട്ടിൽ വരുമ്പം മുമ്പിൽ വാതിൽ ചാരിട്ടിരിക്കുക. വീടിൻ്റെ ഒരു പഴയ ചെറിയ വീടാണ്. ആ വാതിൽ തള്ളി തുറന്ന് നോക്കിയപ്പം എൻ്റെ അച്ഛൻ ഒരു കഷ്ണം കയറിൽ തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത്. അച്ഛൻ ആത്മഹത്യ, സൂയിസൈഡ് ചെയ്തു. അന്ന് എനിക്കതിൻ്റെ വില അറിഞ്ഞില്ല. കാരണം അന്ന് ആ കുഞ്ഞുനാളാണ്. എന്താ മരണം എന്നൊന്നും എനിക്കറിയില്ല. അച്ഛൻ്റെ മരണത്തോടു കൂടി അവിടെ അച്ഛനെ ആ പറമ്പിൽ തന്നെ അടക്കപ്പെട്ടു. ഞങ്ങൾ അവിടുന്ന് കോഴിക്കോട് ടൗണിനടുത്തേക്ക് വന്നു. കോഴിക്കോട് ടൗണിൽ ഒരു 3-4 കിലോമീറ്റർ അകലെ വന്ന് വീണ്ടും ഒരു വാടക വീട് എടുത്തു. അങ്ങനെ ഇരിക്കെ എൻ്റെ കുഞ്ഞുനാളൊക്കെ വളരെ കഷ്ടമായിരുന്നു. ഞാനങ്ങനെ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ പഠിപ്പിലൊക്കെ ഉഴപ്പായിരുന്നു. കാരണം പഠിക്കാനുള്ള സാഹചര്യം വീട്ടിലില്ലായിരുന്നു. കാര്യമായി ജ്യേഷ്ഠന്മാർക്ക് ജോലിയൊന്നുമില്ല, വാടക വീട്. അങ്ങനെ അവിടുന്ന് ടൗണിലേക്ക് വന്ന് വാടക വീട്ടിൽ പറയുമ്പോൾ 1 വർഷം കഴിഞ്ഞപ്പം, അച്ഛൻ മരിച്ചു 1 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ മാനസികമായിട്ട് മനോരോഗിയായി തീർന്നു. ആരെയും ഉപദ്രവിക്കൊന്നുമില്ല, പക്ഷേ അമ്മയ്ക്ക് എന്തൊക്കെയോ പറഞ്ഞ് എന്തൊക്കെയോ ചിന്തിച്ചിങ്ങനെ ഇരിക്കും. അമ്മൻ്റെ സമനില തെറ്റിപ്പോയി. അച്ഛൻ മരിച്ച ഷോക്കായിരിക്കാം. അങ്ങനെ ഇരിക്കെ ഞാനവിടെ ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ്സൊക്കെ ആയിരുന്നപ്പം എല്ലാം പള്ളി സ്കൂളിലൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ ശരിക്കും ഉടുക്കാൻ ട്രൗസർ ഉണ്ടാവില്ല. ഈ ബാക്കിൽ കഴുത്തുള്ള ഓട്ടയുള്ള ട്രൗസറൊക്കെ ഇടുക. അപ്പോൾ സ്കൂളിലും ടീച്ചേഴ്സൊക്കെ എന്തെങ്കിലും ചോദ്യം ചോദിച്ച് ഉത്തരം പറയാൻ എഴുന്നേറ്റ് നിൽക്കുമ്പം ഈ പുറകിരിക്കുന്ന പിള്ളേർ എൻ്റെ ട്രൗസറിൻ്റെ ഓട്ടയിലൊക്കെ വിരലിട്ട് ഇങ്ങനെ കളിക്കും. അങ്ങനെയൊക്കെ ഒത്തിരി വളരെ പ്രയാസമുള്ള കുഞ്ഞുനാളം. പിന്നെ അവിടെ അടുത്തുള്ള കടകളിലൊക്കെ ഈ ചിപ്സൊക്കെ ഉണ്ടാകുന്ന കടയുണ്ട് കോഴിക്കോടിനടുത്ത്. ആ കടയിലൊക്കെ പോയിട്ട് പലതും സഹായിക്കാൻ നിൽക്കും. അങ്ങനെ വിശപ്പൊക്കെ അങ്ങനെ മാറ്റും. പിന്നെ കാണുന്ന എല്ലാ ജോലിയും, എന്ത് ജോലി എടുക്കും. കാരണം വിശപ്പായിരുന്നു ഏറ്റവും വലിയ വികാരം. ഞാൻ അന്ന് മനസ്സിലാക്കി ലോകത്തിലെ ഏറ്റവും വലിയ വികാരം വിശപ്പാണ്. അങ്ങനെ ഇരിക്കെ ഈ മൈസൂർ പോയിട്ട് തിരിച്ചു വന്ന ജ്യേഷ്ഠൻ, അന്ന് എനിക്കൊരു 10 വയസ്സാണെന്ന് തോന്നുന്നു, ഈ ജ്യേഷ്ഠൻ ട്യൂമർ എന്ന രോഗം വന്നു. ഞാനത് എടുത്തു പറയാൻ കാരണം, അങ്ങനെ കോഴിക്കോട് ഒരു അയ്യത്താൻ ക്ലിനിക്കുണ്ട്. ആ ക്ലിനിക്കിൽ എൻ്റെ ജ്യേഷ്ഠൻ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ അന്ന് ജ്യേഷ്ഠന് 25 വയസ്സാണ്, എനിക്കൊരു 10 വയസ്സുണ്ടാവും. അവിടെ കിടന്ന് ജ്യേഷ്ഠൻ മരിച്ചു. ട്യൂമറായിരുന്നു, തലയ്ക്കുള്ളിൽ ട്യൂമറായിരുന്നു, ഈ ഭാഗത്ത് ട്യൂമറായിരുന്നു. ആ ജ്യേഷ്ഠനെ ഈ വീട്ടിൽ കൊണ്ടൊക്കെ കിടത്തി ട്യൂമർ അധികം ഭയങ്കര വേദന. അപ്പം ഞങ്ങൾ പിടിച്ച് വയ്ക്കും. അങ്ങനെ ജ്യേഷ്ഠൻ മരിച്ചു. പിന്നെ വീട് കൂടുതൽ ദുരിതത്തിലേക്ക് പോകാൻ തുടങ്ങി. കാര്യമായി ജോലിയൊന്നുമില്ല, വാടക വീട്. ഇങ്ങനെയൊക്കെ ഞാൻ പിന്നെ എല്ലാ ജോലിക്കും പോകും. പൈസ കിട്ടുന്ന എന്ത് ജോലി എടുക്കും. അങ്ങനെ ഇരിക്കെ എൻ്റെ പഠനമൊക്കെ ഏകദേശം 10ാം ക്ലാസ് ഉഴപ്പി. എങ്ങനെയോ 10ാം ക്ലാസ്സിൽ ഒപ്പിച്ചു. ഞാൻ പഠനം നിർത്തി. പിന്നെ ജോലിക്കുള്ള അന്വേഷണമായിരുന്നു. അങ്ങനെ ഇരിക്കെ ജോലി ഒന്നും കാര്യമായില്ല. എന്നാൽ എന്ത് ജോലിക്കും പോകും, എല്ലാ ജോലിയും ചെയ്യും. അപ്പോൾ ജ്യേഷ്ഠന്മാർക്ക് ഒരുവിധമൊക്കെ പിടിച്ചു നിൽക്കാറായി. അങ്ങനെ ഞങ്ങളൊരു വീടൊക്കെ സ്വന്തമായിട്ട് തരപ്പെടുത്തി. പിന്നെ എനിക്ക് ആ കമ്പനിയുടെ പേര് ഞാൻ പറയുന്നില്ല. ആ സിനിമാ നിർമ്മാണ കമ്പനിയിൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് ജോലി കിട്ടി. എനിക്ക് വളരെ സ്വാതന്ത്ര്യമായി. പിന്നെ ഞാൻ കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ എല്ലാ ജില്ലകളിലും ഈ റെപ്രസെൻറ്റേറ്റീവ് ജോലി ചെയ്യേണ്ടി വന്നു. മദ്രാസിലും ബാംഗ്ലൂരൊക്കെ പോകാനിട വന്നു. ഇതിൽ മറ്റൊരു ഗുണം കൂടി എനിക്കുണ്ടായി. ആരെയും പേടിക്കാനില്ല.
തോന്നിയ പോലെ ജീവിക്കും, നല്ല മദ്യപാനം, നല്ല സിഗരറ്റ് വലി, പിന്നെ ഈ ചീട്ട് കളി, അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ മോഹങ്ങളോടും ഞാൻ നടക്കേണ്ടി വന്നു. അപ്പോൾ ഇന്നൊരു ലോകത്ത് ചെറുപ്പക്കാർക്ക് കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഈ സിനിമാ ഫീൽഡിലുണ്ട്, നല്ല കാശും കിട്ടും. അങ്ങനെ ഞാൻ കുറേ കൂടെ മുതിർന്ന് അങ്ങനെ 1980 എൻ്റെ കല്യാണം കഴിഞ്ഞു. ഞാൻ എൻ്റെ ഭാര്യയെ, ഞങ്ങൾ വീട്ടിനപ്പുറത്തായിരുന്നു അവളുടെ വീട്, അവളെ കാണാനും പരിചയപ്പെടാനും ഞങ്ങളൊരു ലവ് മാരേജ് ആയിരുന്നു, അറേഞ്ച്ഡ് മാരേജാണ്. അങ്ങനെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ അന്നും നല്ല ഭക്തനാണ്. പക്ഷേ ഒരു കാര്യം, ഞാൻ ഏത് ജില്ലയിൽ പോയാലും ഏത് സ്റ്റേറ്റിൽ പോയാലും എൻ്റെ സൂട്ട് കേസിനകത്ത്, ഇപ്പോൾ ഒരു ട്രിവാൻഡ്രത്താണ് എനിക്ക് ഇപ്പോൾ ട്രിവാൻഡ്രം ശ്രീ പത്മനാഭയിലാണ് ഞാൻ സിനിമയും കൊണ്ട്, ഇപ്പോൾ അങ്ങാടി സിനിമയൊക്കെ 80 ഞാൻ തിരുവനന്തപുരം ശ്രീ പത്മനാഭ ഞാൻ അവിടെ 120 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എവിടെ പോയാലും എൻ്റെ സൂട്ട് കേസിൽ ഞങ്ങളുടെ അന്നത്തെ ദൈവത്തിൻ്റെ ഫോട്ടോവും ഒരു കുഞ്ഞു വിളക്കും വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാവും. എന്നും രാവിലെ എഴുന്നേറ്റ് ഈ വിളക്ക് കത്തിച്ചുള്ളൂ ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂ. ഈ സിനിമാ തിയേറ്ററിൽ പോയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ ഓതറൈസേഷൻ കൊടുക്കുമ്പോൾ അവിടെ ചാർജ് എടുക്കുമ്പം ഈ സിനിമ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ സിനിമ ഞങ്ങളുടെ കമ്പനി സിനിമ കളിക്കുമ്പം എത്ര ദിവസം കളിക്കുന്നുവോ അത്രയും ദിവസത്തെ ടാക്സ് മറ്റൊക്കെ ഞങ്ങൾ എഴുതിയിട്ട് ആ ടാക്സ് അവിടുത്തെ കോർപ്പറേഷനോ പഞ്ചായത്തിനെ കൊടുത്തിട്ട് ബാക്കിയുള്ള വിഹിതത്തിൻ്റെ ഇത്ര % കമ്പനിക്കുള്ളൂ, അത് ഞങ്ങൾ കളക്ട് ചെയ്യണം. അപ്പോൾ ലക്ഷങ്ങളുണ്ടാവും, ചിലപ്പം 10,000 ആയിരിക്കാം. ഈ ക്യാഷ് ഞങ്ങൾ കളക്ട് ചെയ്ത് കമ്പനിയിൽ അടയ്ക്കുക. ഇതാണ് എൻ്റെ ജോലി. ആകെ 10-15 മിനിറ്റ് ഒരു ദിവസം ജോലി ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ള സമയം ഫ്രീ ആണ്. അപ്പോൾ ഇങ്ങനെ അന്ന് തോന്നിയ പോലുള്ള ജീവിതമായിരുന്നു. അപ്പോൾ ഒരു കാര്യമാണ്, ഒരു സിനിമാ തിയേറ്ററിൽ കൊല്ലത്തോ കോട്ടയത്തോ എവിടെ ആയിക്കോട്ടെ ഒരു സിനിമാ തിയേറ്ററിന് ഓപ്പറേഷൻ കൊടുത്ത് ആ തിയേറ്ററിന് മാനേജരോ അല്ലെങ്കിൽ ഓണർ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചോദിക്കുക എന്താ അറിയുക, ഇവിടെ അടുത്തവിടെ അമ്പലം എന്നാണ് ചോദിക്കുക. അത്ര അമ്പലഭക്തനാണ്. കാരണം എൻ്റെ അമ്മ നല്ല അമ്പലഭക്തയായിരുന്നു. കാരണം എൻ്റെ അമ്മ 4 മണി 5 മണിക്ക് രാവിലെ എഴുന്നേറ്റിട്ട് വിളക്ക് വെക്കുന്നത് ഞാൻ ഉണരുമ്പോൾ കാണാറുണ്ട്. അങ്ങനെ അമ്മയിലൂടെ എനിക്ക് ഒത്തിരി ഭക്തി കിട്ടി. ഈ ദൈവത്തെ അന്ന് കണ്ടെത്തിയില്ല, ആ ദൈവം ഞങ്ങളുടേതായ ദൈവത്തെ, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ദൈവങ്ങളുണ്ട്, 30 ദൈവം എന്നൊക്കെ പറയാറുണ്ട്, അത്രമാത്രം ദൈവങ്ങളുണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഞാൻ കേരളത്തിലെ കാസർഗോഡ് മുതൽ കന്യാകുമാരി, മംഗലാപുരം, തമിഴ്നാട്, കർണാടകയൊക്കെ ഉള്ള ഒത്തിരി അമ്പലങ്ങൾ, ഞാൻ പോവാത്ത അമ്പലമില്ല. കേരളത്തിലെ ഫേമസ് എല്ലാ അമ്പലങ്ങളിലും, കാരണം എല്ലായിടത്തും സിനിമ കൊണ്ടുപോകുമ്പോൾ അതോടുകൂടി ഞാനും പോകുമല്ലോ. അങ്ങനെയാണ് കന്യാകുമാരിയൊക്കെ 78 ഞാൻ കന്യാകുമാരി പോയിട്ടുണ്ട്. പിന്നെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം, അങ്ങനെ എല്ലാ പോകാത്ത സ്ഥലങ്ങളില്ല, എല്ലാ അമ്പലങ്ങളും പോകും. ഒരു സിനിമാ തിയേറ്റർ ചാർജ് എടുക്കുമ്പോൾ ഓതറൈസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ തിയേറ്റർ മാനേജരോട് ചോദിക്കും, ഇവിടെ അടുത്തവിടെ അമ്പലം എന്ന് ചോദിക്കുക. അപ്പോൾ അവർ ഭക്തനാണല്ലോ, അതെ ഭക്തനാണെന്ന് പറയും. അങ്ങനെ അടുത്ത അമ്പലം ചോദിക്കുക. എന്നാൽ രാത്രി ആകുമ്പം ഒരു 6-7 മണിക്കായി കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ഷോ ക്ലോസ് ചെയ്യാൻ ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ, ഇവിടെ എവിടെയാണ് മദ്യഷാപ്പ് എന്ന് ചോദിക്കുക, ഇവിടെ എവിടെയാണ് പട്ടഷാപ്പ് എന്ന്. അങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അമ്പലവും വൈകുന്നേരം മദ്യമായിട്ട് അങ്ങനെ ഒരു അടിച്ചു പൊളിച്ച് വല്ലാത്ത ജീവിതമായിരുന്നു. ഇങ്ങനെ എനിക്ക് 80 ഏപ്രിൽ 6 എൻ്റെ കല്യാണം കഴിഞ്ഞു. പിന്നെ അങ്ങനെ കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആയി. അങ്ങനെ 3 മക്കൾ, എനിക്ക് 2 ആണും ഒരു പെണ്ണുമാണ്. മക്കൾക്ക് മുതിർന്ന് അങ്ങനെ എനിക്ക് 98 80 കല്യാണം കഴിയുന്നു. അങ്ങനെ ഞങ്ങൾക്കൊരു കൊച്ചു സ്വന്തം വീടൊക്കെ ആയി. അപ്പോൾ എൻ്റെ 3 മക്കൾ, 2 ആണും ഒരു പെണ്ണും. അങ്ങനെ ഒരു 95 ഒക്കെ ആയപ്പം എൻ്റെ തലയ്ക്കുള്ളിൽ വല്ലാത്തൊരു വേദന വരാൻ തുടങ്ങി. ഞാൻ യേശുവിനെ കണ്ടെത്തിയതാണ് പറഞ്ഞു വരാൻ പോകുന്നത്. എങ്ങനെ യേശുവിനെ ഞാൻ പരിചയപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ തലയ്ക്കുള്ളിൽ വല്ലാത്ത വേദന വന്നു. അതിനു മുമ്പ് എനിക്കൊരു 10-12 വർഷം മുമ്പേ തന്നെ ഈ സൈനസൈറ്റിസ് എന്ന രോഗമുണ്ട്, പീനസം, അതെനിക്ക് വന്നിരുന്നു. അതിവിടേക്ക് വല്ലാത്ത വേദനയാണ്. അത് ഞാൻ ചികിത്സിക്കാത്ത ഡോക്ടർമാരില്ല, കോഴിക്കോട്ടെ മിക്ക ENT ഡോക്ടേഴ്സിനെയും കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഈ വയനാട്ടിലൊക്കെ ഒരു അച്ചപ്പൻ വൈദ്യരൊക്കെ ഉണ്ട്, ആദിവാസി വൈദ്യർ, അദ്ദേഹത്തെയൊക്കെ പോയി കണ്ടിട്ട് അദ്ദേഹത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി 12 വർഷത്തോളം ഞാൻ ഈ സൈനസൈറ്റിക് രോഗം കൊണ്ട് നടന്നു. അപ്പോഴും മദ്യപാനമുണ്ട്, സിഗരറ്റ് വലിക്കുണ്ട്. ഇത്ര വളരെ ഭാരപ്പെട്ട ഒരു രോഗം. ഈ രോഗം വരുമ്പം എനിക്ക് തലയ്ക്കുള്ളിൽ വല്ലാത്ത പെരുപ്പും വേദനയാണ്. അതിൻ്റെ കൂടെയാണ് ഒരു 85-86 കാലങ്ങളിൽ എൻ്റെ തലയ്ക്കുള്ളിൽ ഇടത് ഭാഗത്ത് വല്ലാത്ത വേദന. ഇടയ്ക്കിടയ്ക്ക് ഇവർ പിന്നെ പോകും. ഈ വേദന വരുമ്പോൾ എനിക്ക് വല്ലാത്ത ഇറിറ്റേഷൻ, ഭയങ്കര ദേഷ്യം വരും. ഇതും കൊണ്ട് നടക്കും, അതേ സമയത്ത് മദ്യപിക്കുകയും പുകവലിക്കുകയും ചെയ്യും. അങ്ങനെ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡോക്ടർ AS ഗിരിജ ഡോക്ടർ, ആ ഡോക്ടർ ഒരു ബ്രാഹ്മണ സ്ത്രീയാണ്, അദ്ദേഹത്തെ കൊണ്ട് കാണിച്ചു. ആ ഡോക്ടർ എന്നെ ട്രീറ്റ് ചെയ്തു, 1-2 വർഷം ട്രീറ്റ് ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ട്യൂമറിൻ്റെ ആരംഭമെന്ന് പറഞ്ഞു. എൻ്റെ ജ്യേഷ്ഠൻ മരിച്ചത് ട്യൂമറായിട്ടാണ്. അപ്പോൾ അതേ രോഗം എനിക്കും വന്നു, ട്യൂമറായിട്ടുള്ള രോഗം. എന്നാൽ ഡോക്ടർ പറഞ്ഞത്, അപ്പോൾ അത് 3 വർഷം ട്രീറ്റ് ചെയ്തപ്പം എൻ്റെ ഡോക്ടർ പറഞ്ഞു ഇത് തല ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുന്നുള്ളൂ. എന്നാൽ ഇതിനു മുമ്പ് ഈ ഘട്ടಕ್ಕೆ എത്തുമ്പോഴേക്ക് ഞാൻ കോഴിക്കോടിനടുത്ത് ഒരു 10-35 കിലോമീറ്റർ അകലെ ഒരു സിനിമാ കൊട്ടക വാടകയ്ക്കെടുത്ത് ഞാൻ നടത്താൻ തുടങ്ങി. മുക്കത്തിനപ്പുറം, കോഴിക്കോട് മുക്കം എന്ന സ്ഥലമുണ്ട്, അതിനപ്പുറത്ത് ഒരു സിനിമാ കൊട്ടക വാടകയ്ക്കെടുത്ത് നടത്താൻ തുടങ്ങി.
അങ്ങനെ അത് ഒരു വർഷമൊക്കെ പോകുമ്പം കൊള്ളായിരുന്നു. പിന്നെ അത് താഴോട്ട് വന്നു. സിനിമയെല്ലാം 2000 ആയപ്പോൾ സിനിമയെല്ലാം വളരെ ഡൗൺ ആവാൻ തുടങ്ങി. അങ്ങനെ സിനിമാ തിയേറ്റർ കളക്ഷനൊന്നുമില്ല. അന്നും സിനിമാ തിയേറ്റർ രാത്രി വരുമ്പം ഒരു ഒരു ഹാഫ് ബോട്ടിൽ മദ്യം വാങ്ങി കഴിച്ചിട്ട് ബാക്കി അരയിൽ വെച്ചുകൊണ്ട് വീട്ടിൽ വരിക. വീട്ടിൽ വന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ മദ്യം കഴിച്ചിട്ടൊക്കെയാണ് കിടന്നുറങ്ങാം. എന്നാൽ നന്നേ രാവിലെ എഴുന്നേറ്റ് 7 മണി എന്നൊരു ടൈം ഉണ്ടെങ്കിൽ 7 മണിക്ക് എൻ്റെ വീട്ടിനടുത്തുള്ള അമ്പലത്തിലുണ്ടാവും. അങ്ങനെ നല്ലൊരു അമ്പലഭക്തർ നല്ല മദ്യപാനായിട്ട് ഇങ്ങനെ പോകുന്നൊരു കാലഘട്ടത്തിൽ എൻ്റെ രോഗം മൂർച്ഛിക്കാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് മസ്റ്റാണ്, ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് എൻ്റെ ഇളയ മോള് 15 വയസ്സാവുന്നുള്ളൂ. തൊട്ട മൂത്ത മകന് 17 വയസ്സ് 18 വയസ്സുണ്ടാവും. ഏറ്റവും മൂത്ത മകന് ഒരു 20 വയസ്സുണ്ടാവും. അങ്ങനെ മക്കളൊന്നും എങ്ങും എത്തിയില്ല, പറക്കാൻ പറ്റാറായില്ല. ഈ സമയത്ത് എൻ്റെ ഈ രോഗം, ആകെ ഒരു കൊച്ചു സ്ഥലവും ഒരു കൊച്ചു വീട് മാത്രമേ എനിക്കുള്ളൂ. ഞാൻ ജോലിക്ക് പോയാൽ മാത്രമേ ഉള്ളൂ എൻ്റെ വീട്ടിൽ കഞ്ഞി കുടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അന്നും വീണ്ടും ഇതുപോലെ തന്നെ വീട്ടിൽ വിശപ്പിൻ്റെ അവസ്ഥ, സിനിമാ തിയേറ്ററൊക്കെ വളരെ നഷ്ടത്തിൽ പോയി. വീണ്ടും വിശപ്പ്, വീട്ടിൽ ഭാര്യയും ഞാൻ തമ്മിൽ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ട്. കാരണം സാമ്പത്തിക ഞെരുക്കം വരാൻ തുടങ്ങി. ഈ സമയത്താണ് തലയ്ക്കുള്ളിൽ ഈ മാരക രോഗം വന്ന് എന്നെ വല്ലാതെ അലട്ടി. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇത് ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞപ്പം മറ്റു യാതൊരു മാർഗ്ഗവുമില്ല. അപ്പം ഞാനൊന്ന് തീരുമാനം, വീട്ടിൽ ഞാൻ പറഞ്ഞില്ല ഈ പ്രശ്നം, ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. വൈഫിനോട് പറഞ്ഞാൽ വൈഫ് ആകെ ആകുലപ്പെടും. അതുകൊണ്ട് വൈഫിനോട് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടു കടന്നു. ഞാൻ തലയ്ക്കൊരു വേദന എന്ന് മാത്രമേ അവർ പറഞ്ഞ മരുന്നിന് പോകും, മരുന്ന് കുടിക്കുന്നതൊക്കെ അവർ കാണുന്നുണ്ട്. ഈ ഓപ്പറേഷൻ വേണ്ട കാര്യവും ഒന്നും പറഞ്ഞില്ല. ഇങ്ങനെ എനിക്ക് എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു, എന്തിനാണ് ജീവിക്കുന്നത്? ഇപ്പം ജീവിച്ച് എന്നെക്കൊണ്ടൊരു കാര്യമില്ല. ഇത് ഓപ്പറേഷൻ, ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഒരു ദിവസം പോയി ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, എൻ്റെ തലയ്ക്ക് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പഴയ അശോക് കുമാറിനെ അതുപോലെ തിരിച്ച് കിട്ടുമെന്ന്. ഈ ഓപ്പറേഷൻ അന്ന് 2.5 ലക്ഷം രൂപ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്, ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് യാതൊരു വഴിയുമില്ല. അപ്പം ഞാൻ ചിന്തിച്ച് വീടും ഉള്ള സ്ഥലം വിറ്റാൽ അത്രയൊന്നും കിട്ടില്ലെങ്കിലും അന്ന് അത്രയ്ക്കേ വിലയുള്ളൂ, ഇത് ചെയ്യാമെന്ന് ഞാൻ കരുതി. പിന്നെ ചിന്തിച്ചു, ഞാനിത് ചെയ്തിട്ട് ഞാൻ പഴയ അശോക് കുമാർ ആയില്ലെങ്കിൽ, വീണ്ടും എനിക്ക് അധ്വാനിക്കാൻ മാത്രം കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എൻ്റെ ജീവിതം പാഴായി. ആ വീട് വിറ്റ് ഒരു മോൾ വളർന്നു വരുന്നു. ഇതൊക്കെ ഓർത്തപ്പോൾ ഞാൻ ഒന്ന് കരുതി, ആത്മഹത്യ ചെയ്യാം, മതി, ഇനി മതി ജീവിതം, ഇത്രയും കാലം ജീവിച്ചില്ലേ. മക്കൾ 2 ആൺകുട്ടികളാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അവളുടെ എൻ്റെ ഭാര്യയുടെ അച്ഛനും ആങ്ങളമാരൊക്കെ അവരെ നോക്കുന്നുള്ള ചിന്ത ഇങ്ങനെ വല്ലാതെ അലട്ടി. അങ്ങനെ ഒന്ന് തീരുമാനിച്ച് എങ്ങനെയെങ്കിലും മരിക്കുക. അച്ഛൻ മരിച്ചത് കയറെ തോന്നിക്കൊണ്ടാണ്. ഇതേ ചിന്ത എന്നെ അലട്ടാൻ തുടങ്ങി, മരിക്കുക. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ, ഇത് വീട്ടിൽ പറഞ്ഞില്ല. ഇരിക്കുകയാണ് എൻ്റെ വീട്ടിൽ. ഒരു ദിവസം ഞാൻ സിനിമാ തിയേറ്ററിന് രാത്രി വരുമ്പം മദ്യപിച്ചാണ് വരുന്നത്. എൻ്റെ വീടിൻ്റെ സിറ്റ് ഔട്ട് ചെറിയ ടീപ്പോയിൽ അതിലൊരു പുസ്തകം കിടക്കും, നീല പുസ്തകം. അതിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ടായിരുന്നു, അത്ഭുതങ്ങൾ താക്കോൽ എന്നൊരു പുസ്തകം. അത് നോക്കുമ്പോൾ ഡൽഹിയിൽ PG വർഗീസ് ഒരാൾ എഴുതിയ പുസ്തകമാണ്. ഒരു പ്രാവിൻ്റെ ചിത്രവും ഒരു വെളിച്ചവും ഒരു താക്കോലും. അങ്ങനെ ആ പുസ്തകം ഞാൻ കണ്ട് അവിടെ ഇട്ടു. അപ്പോൾ വൈഫ് പറഞ്ഞത് ക്രിസ്ത്യാനികളുടെ പുസ്തകമാണെന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി ഞാൻ ഭക്ഷണം കഴിച്ചു, കുളിയിലെയും ഭക്ഷണം കഴിച്ചു, ഒരു സിഗരറ്റും വലിച്ചുകൊണ്ട് സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ഈ പുസ്തകം നോക്കി. അപ്പോൾ അതിൽ അത്ഭുതങ്ങളാണ്. യേശു അങ്ങനെ ചെയ്തു, യേശുവിനെ എനിക്കറിയാം. ഞാൻ ഒത്തിരി കത്തോലിക്ക അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയൊക്കെ എനിക്കറിയാം. ഞാൻ പഠിച്ചത് ക്രിസ്ത്യൻ സ്കൂളിലായതുകൊണ്ട് സെൻറ്റ് ജോസഫിലൊക്കെയാണ് പഠിച്ചത്. അതുകൊണ്ട് എനിക്ക് ക്രിസ്ത്യാനികളെ അറിയാം. പക്ഷേ ഇന്നത്തെ നമ്മൾ ഈ സമൂഹത്തെ ഈ പെന്തക്കോസ് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ അവരെ കണ്ടിട്ടില്ല, അവരെന്താണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ കേരളം കംപ്ലീറ്റ് ഓടി കാണുന്നെങ്കിൽ ഈ പെന്തക്കോസ്ത വിഭാഗത്തെ എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ എൻ്റെ വൈഫ് ഇത് പറഞ്ഞത് ഇത് ക്രിസ്ത്യാനികളുടെ പുസ്തകമാണ്, ഇതിൽ കുറേ അത്ഭുതമൊക്കെ ഉണ്ട്, രോഗമെല്ലാം മാറ്റുന്നത്. അവൾ വായിച്ചു, അവളെ എനിക്ക് വേണ്ടി ഇട്ടിരിക്കുക. അപ്പം ഞാൻ ഈ രാത്രി മദ്യത്തിൻ്റെ പുറകെ വന്ന് ഇത് പുസ്തകം എടുത്ത് വായിക്കുന്നത് എല്ലാം അത്ഭുതം, ഒരുപാട് അത്ഭുതം. അങ്ങനെ എൻ്റെ ഉള്ളിൽ ഒരു തീ കത്തി. കാരണം അവിടെ അഡ്രസ്സ് നോക്കി. അപ്പോൾ അതിലിങ്ങനെയുണ്ട്, PG വർഗീസ്, അന്തേരി മോദ്, ഡൽഹി എന്നാണ് അഡ്രസ്സ്. ഞാൻ പിറ്റേ ദിവസം തന്നെ ഒരു കവറ് വാങ്ങിച്ച് ഒരു വെള്ളപ്പേപ്പർ എടുത്തിട്ട് അദ്ദേഹത്തിന് എഴുതി, സാറേ ഞാനിങ്ങനെ ഇന്ന രോഗത്താൽ ഭാരപ്പെടുന്നു, എൻ്റെ ചരിത്രം, എൻ്റെ അവസ്ഥയെല്ലാം എഴുതി, ഹൈന്ദവ പശ്ചാത്തലമൊക്കെ എഴുതി. അങ്ങനെ എഴുതി, ഒന്ന് എഴുതിയിട്ടതാ. പക്ഷേ കത്ത് അവിടെ കിട്ടി. അന്നത്തെ പോലെ ഫോണൊന്നുമില്ല, എനിക്ക് ഫോണൊന്നുമില്ല, വീട്ടിൽ ഫോണില്ല. കത്ത് അവിടെ കിട്ടി. ഒരാഴ്ച കഴിഞ്ഞില്ല എനിക്ക് മറുപടി തന്നു. അദ്ദേഹം അതേ ലെറ്റർ പേഡിൽ ഒരു എഴുത്ത് വന്നു, സഹോദര നിങ്ങളുടെ അവസ്ഥ ഞങ്ങൾ അറിയുന്നു. PG വർഗീസ് അങ്കിൾ, ഇന്നത്തെ എൻ്റെ PG വർഗീസ് അങ്കിൾ എന്നെ രക്ഷയിൽ നയിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ അത്ഭുതങ്ങൾ താക്കുന്ന പുസ്തകമാണ്. അങ്കിൾ ഇങ്ങനെ എഴുതി, സഹോദര നിങ്ങളെ വിഷയം ഞങ്ങൾ അറിഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ 1 മാസം ഉപവസിച്ച് പ്രാർത്ഥിക്കും, നിങ്ങളും പ്രാർത്ഥിപ്പിൻ എന്ന് ഒരു കത്ത്. അതിനടിയിൽ ഇപ്രകാരം എഴുതിയ NB, നിങ്ങൾ ഈ 1 മാസം അമ്പലങ്ങളിൽ പോവാതെ നിങ്ങൾ ദൈവത്തെ മാറ്റി വയ്ക്കുക, യേശുവോട് മാത്രം പ്രാർത്ഥിക്കാൻ. അപ്പോൾ ഞാൻ ഈ വിഷയം എൻ്റെ വൈഫിന് കാണിച്ച്, വൈഫ് നല്ലതല്ലേ, ഒരു പക്ഷേ നിങ്ങൾ സൂക്കേട് മാറുകയാണെങ്കിലോ കുറച്ച് ദിവസം അമ്പലത്തിൽ പോകേണ്ടതാണ്. പക്ഷേ എനിക്ക് അപ്പോഴും എൻ്റെ കാല് നിൽക്കില്ല, ഞാൻ അമ്പലത്തിൽ പോകും.
അങ്ങനെ ഇത് അന്ന് രാത്രി കഴിഞ്ഞു. ഇത് എങ്ങനെ പ്രാർത്ഥിക്കണം എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. അപ്പോൾ എനിക്കതിൽ ഉള്ളിൽ എന്നെ വളരെ ആകർഷിച്ചത്, എന്നെ ക്ലിക്ക് ചെയ്തത്, അവർ പറയുകയാണ്, ഞാൻ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത അവർ പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ ഡൽഹിയിൽ 1 മാസം ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കും, നിങ്ങളും പ്രാർത്ഥിപ്പിക്കുക. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. അങ്ങനെ അന്ന് രാത്രി ഉറങ്ങിയിട്ട് ആ പുസ്തകം മുഴുവൻ ഞാൻ ഇരുന്ന് ഒറ്റയിരിപ്പിൽ വായിച്ചു. ഒരു 11:30 മണിക്ക് ഞാൻ ഉറങ്ങാൻ കിടന്നു. അപ്പോൾ അതുപോലെ രാവിലെ എഴുന്നേൽക്കല്ല ചെയ്തത്. അന്ന് രാത്രി സ്വപ്നങ്ങളൊന്നും കണ്ടില്ല. എന്നാൽ രാവിലെ 3 മണിക്ക് എന്നെ ആരോ തട്ടി വിളിച്ചു. ആരോ തട്ടി വിളിക്കും പോലെ. ഞാൻ വൈഫിൻ്റെ കൂടെ കട്ടിൽ കിടക്കുകയാണ്. ഇപ്പുറത്തെ റൂമിൽ മക്കൾ 3 പേരുണ്ട്. ഞാൻ നോക്കും, അവൾ നല്ല ഉറക്കമാണ്. എന്തിനാ ആരെയും വിളിച്ചത്? അപ്പോഴെനിക്ക് രാത്രി ഇദ്ദേഹത്തിൻ്റെ കത്ത് ഓർമ്മ വന്നു. രാത്രി വായിച്ച കത്ത്, ഇത് ആരോ വന്ന് വിളിച്ചതാണ്, ആ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരിക്കും. നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. അങ്ങനെ ഞാൻ അന്ന് രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് നേരെ ടോയ്ലറ്റിൽ പോയി മൂത്രം ഒഴിച്ച് വന്നിട്ട് ഒന്ന് മുഖം കഴുകിയിട്ട് പ്രാർത്ഥിക്കായിരുന്നു. ഞങ്ങൾ ഈ ഹിന്ദുക്കളെ വീട്ടിലെ ഈ നേർച്ച കൊടുക്കാനൊക്കെ ഈ പുല്ലുവായ ഉണ്ടാവും. അതൊരു ചുരുട്ടി വെക്കാൻ ആരും എടുക്കില്ല. അത് അത്യാവശ്യത്തിന് മാത്രമേ എടുക്കുള്ളൂ. ഈ പുല്ലുവായ ഞാൻ എന്തോ യാന്ത്രിക മനുഷ്യൻ പോലെ എടുത്ത് ആ റൂമിൽ കട്ടിൽമ താഴെ ആ റൂമുള്ള സ്പേസിൽ വിരിച്ചു. ഞാനിങ്ങനെ മുട്ടുമ്പിൽ ഇരിക്കാൻ തുടങ്ങി. മുട്ടുമ്പിൽ എന്താണെന്ന് എനിക്കറിയില്ല, പ്രാർത്ഥിക്കുന്നു. എന്തൊക്കെയോ ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കറിയില്ല. കുറേ കഴിഞ്ഞപ്പം എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ആ ഇരുന്നിരിപ്പിൽ ഞാനങ്ങ് മയങ്ങിപ്പോയി. മുട്ടുമ്പിലാണ് ഇരിക്കുന്നത് ഇങ്ങനെ, പക്ഷേ ഞാൻ മയങ്ങിപ്പോയി. പിന്നെ രാവിലെ 6 മണിക്ക് എൻ്റെ വൈഫ് എന്നെ തട്ടി വിളിക്കുക, എന്തേലും ചോദിച്ചു. പക്ഷെ എന്താ? അപ്പോൾ ഞാൻ സ്വബോധം തോന്നിയത്, ഞാനിപ്പോൾ എവിടെ, എന്താണ്? അപ്പം ഞാൻ ആ 3 മുതൽ 6 വരെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് എനിക്കറിയില്ല. എന്ത് മനസ്സിലായി? ഉച്ചരിച്ചു കൂടാൻ വയ്യാത്ത ഞരകങ്ങളാൽ പരിശ്രമോ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യായിരുന്നു ദൈവത്തോട്. ഈ 3 മണിക്കൂറിനുള്ളിൽ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. എന്തോ ഒരു ശക്തി എന്നിലേക്ക് വന്നു. ഈ സമയത്ത് എൻ്റെ രോഗം സൗഖ്യമായിരുന്നു. തലയ്ക്കുള്ളിലെ ആ മാരക രോഗം അന്ന് സൗഖ്യമായി. എനിക്കത് അന്ന് അറിഞ്ഞില്ല, അടുത്ത ദിവസങ്ങൾ അറിയാൻ കഴിഞ്ഞു. തലയ്ക്കുള്ള അന്ന് വരെ മെഡിക്കൽ കോളേജ് ഡോക്ടർ സർജറി നടത്തുന്ന പറഞ്ഞ ആ രോഗം എൻ്റെ കർത്താവ് യേശു സർജറി നടത്തി തന്നു. എൻ്റെ ഗിലെയാദിലെ വൈദ്യൻ, ഇന്ന് എൻ്റെ ഗിലെയാദിലെ വൈദ്യൻ എനിക്ക് വേണ്ടി ഒരു ഓപ്പറേഷൻ ചെയ്തു. പിന്നെ അന്ന് മുതൽ ഇന്ന് 25 വർഷമായി ഇന്ന് വരെ എനിക്ക് ആ രോഗം വന്നില്ല. ഇപ്പോൾ ഞാൻ 68 വയസ്സ് കഴിഞ്ഞു. ഇപ്പോൾ നല്ല ആരോഗ്യത്തോടെ നടക്കുന്നു. എൻ്റെ കർത്താവ് യേശു അന്ന് തൊട്ടും. അങ്ങനെ എനിക്ക് വല്ലാത്തൊരു മാറ്റമുണ്ട്. എന്നാൽ ഒരു കാര്യം പറയട്ടെ, അന്ന് രാവിലെ ഞാൻ കുളിച്ച് അമ്പലത്തിൽ പോയി, അവിടുത്തെ വെള്ളം വാങ്ങി കുടിച്ചു. പക്ഷേ ഈ സൗഖ്യം എന്നെ ഉണർത്തിയില്ല. സൗഖ്യമായി, പിന്നെ തലയ്ക്കുള്ളിൽ വേദനയില്ല, മരുന്ന് കഴിക്കാൻ തോന്നാറില്ല. എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് തലയ്ക്കൊരു പ്രശ്നമേ ഇല്ല. ഈ സൈനസൈറ്റിക് രോഗം മാറി, ഇതോടെ ഈ ട്യൂമറിൻ്റെ അസ്വസ്ഥതകളും മാറി, ഒരു പ്രശ്നവുമില്ല. ഞാൻ ഒരു ഉണർവ്. അന്ന് രാത്രി നേരം വെളുത്തപ്പോൾ എനിക്ക് വല്ലാത്ത ശക്തി പ്രാപിച്ചു. എനിക്ക് നല്ല ധൈര്യവും ഒരു സന്തോഷമൊക്കെ. എന്നോട് പലരും പറഞ്ഞു, വൈഫ് പറഞ്ഞു, നിങ്ങളുടെ മുഖത്തെന്താ പ്രത്യേകത? ഞാൻ എന്താ ആ മുഖത്തില്ലാത്ത ആ ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ എൻ്റെ മുഖത്തുണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല, കണ്ണാടി നോക്കി എനിക്കും തോന്നില്ല, പക്ഷെ അങ്ങനെ ഉണ്ടായി. ദൈവനെ അന്ന് രാത്രി തൊട്ടു, അന്ന് വെളുപ്പിനെ തൊട്ടു. എൻ്റെ കർത്താവായ യേശു എൻ്റെ രോഗം അന്ന് സർജറി നടത്തി സൗഖ്യമാക്കി. ഈ വിഷയം ഞാൻ വീണ്ടും ഡൽഹിയിലെ PG വർഗീസ് അങ്കിളിന് എഴുതി. സാറേ, ഞാനിങ്ങനെ സാറ് പറഞ്ഞ പോലെ ഇന്ന ദിവസം പ്രാർത്ഥിച്ചിരുന്നു. അന്ന് എനിക്ക് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി, എനിക്കെന്തോ ശക്തി പ്രാപിച്ച പോലെ. ഇപ്പോൾ എനിക്ക് ആ വേദന ഇല്ല, അതിന് ഞാൻ ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് തോന്നുന്നു പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തിരിച്ചെഴുതി, നിങ്ങൾ യേശു തൊട്ടതാണ്, ഞങ്ങൾക്ക് ഇവിടെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇനി നിങ്ങൾ ആ പഴയ അമ്പലങ്ങളൊന്നും പോവാതെ നിങ്ങൾ അടുത്തൊരു കൂട്ടായ്മയിൽ പോകണമെന്ന് പറഞ്ഞു. ഇപ്പോഴേക്കും എൻ്റെ വീട്ടിൽ ഒരു ന്യൂ ടെസ്റ്റാമെൻറ്റ്, അടുത്ത വീട്ടിലൊരു CSI പോകുന്നൊരു കുടുംബമുണ്ട്. അവരെൻ്റെ വീട്ടിൽ ന്യൂ ടെസ്റ്റാമെൻറ്റ് കൊണ്ടിട്ട് ഇടാൻ കാരണം എൻ്റെ വീട്ടിൽ ഒത്തിരി ചെടി ഉണ്ടാകുന്നു. ഈ ചെടി ചോദിക്കാൻ വന്നപ്പം ഞങ്ങളുടെ വീട്ടിൽ കുരിശുണ്ടാക്കി വെച്ചു. ഒരു കുരിശുണ്ടായിരുന്നു എൻ്റെ വീടുണ്ടാക്കുമ്പോൾ, ഒരു ഈട്ടി മരങ്ങൾ കുരിശുണ്ടാക്കി വെച്ചു. ഈ കുരിശ് ഷോക്കേസ് കണ്ടപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾക്ക് യേശുവിന് ഇഷ്ടമാണ്? അപ്പോൾ വൈഫ് പറഞ്ഞു, അങ്ങനെയൊന്നും ഇതാ, ഷോക്കേസ് ഉണ്ടാക്കി വെച്ചാണ്. ഇത് കണ്ടുകൊണ്ട് ആ സഹോദരി, ആ CSI സഹോദരി ഞങ്ങളുടെ വീട് ന്യൂ ടെസ്റ്റാമെൻറ്റ് കൊണ്ടിട്ട് ഞാൻ ഇതെടുത്ത് വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഡൽഹി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇനി നിങ്ങൾ അമ്പലത്തിൽ പോകരുത്, നിങ്ങളൊരു കൂട്ടായ്മ അന്വേഷിച്ച് കണ്ടു, ആ കൂട്ടായ്മ പോകണം. അപ്പോൾ എനിക്ക് ഈ ക്രിസ്ത്യൻ പള്ളി അറിയാം, ഈ കൂട്ടായ്മ എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ നേരെ ഈ CSI കുടുംബത്തിലേക്ക് പോയി. അവർ 4 വീട് അപ്പുറം. അവർ ചോദിച്ചു, ഞാൻ പറഞ്ഞു, സാറേ എങ്ങനെ ഒരു കത്ത് പുള്ളിയെ കാണിച്ചു. അതിന് മുമ്പത്തെ കത്ത് കാണിച്ചു, ഇതെല്ലാം പുള്ളി വായിച്ചു. എൻ്റെ മുഖത്ത് കുറേ നേരം നോക്കി. അപ്പോൾ എന്തായാലോ ഞാൻ പറഞ്ഞു, എനിക്കായിരുന്നു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും അതെയോ, അപ്പോൾ എന്നോട് പറഞ്ഞു, യേശുങ്ങൾ തൊട്ട് കേട്ടോ. അതൊന്നും എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, സാറേ കൂട്ടായ്മ എവിടെയാണ്, എന്താ ഈ കൂട്ടായ്മ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് പെന്തക്കോസ് പ്രാർത്ഥനാ സ്ഥലമാണ്. അതെവിടെയുള്ളത്? അപ്പോൾ അതേപോലെ അടുത്തുണ്ട്, 2 കിലോമീറ്റർ, വീടിന് 2 കിലോമീറ്റർ അപ്പുറം ഉണ്ടാകുന്ന AGയുടെ ഒരു കൂട്ടായ്മ, AGയുടെ വെള്ളിമാടുകുന്ന സഭ എന്ന് പറയും. അവിടെ TV ഫിലിപ്പ് പാസ്റ്ററാണ് അവിടെ
പാസ്റ്റർ പ്രായമുള്ള മനുഷ്യൻ, അദ്ദേഹം ടിച്ചൂർക്കാരനാണ്. അദ്ദേഹം ഇടയ്ക്ക് ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അപ്പോൾ ഞാൻ പതിപോലെ ഒരു വെള്ളിയാഴ്ച ഈ അമ്പലത്തിൽ പോയി. അമ്പലപ്പോക്ക് നിർത്തിയില്ല, എനിക്ക് നിർത്താൻ കഴിയില്ല. അമ്പലത്തിൽ പോയി തിരിച്ച് വരുന്ന വഴിക്ക് ആ റോഡിന് അരിയിലാണ് അയാളുടെ വീട്. ഞാൻ ഈ ഇലച്ചീന്തിൽ ചന്ദനവും പുഷ്പവും എൻ്റെ ചെവിയിൽ പൂക്കളും തലയിൽ പൂക്കളും നെറ്റിയിൽ ചന്ദനമൊക്കെ ആയിട്ട് ഇയാളുടെ വീട്ടിൽ 7 മണിയായിക്കോണം, 7:15 ഞാൻ ചെന്ന് മുട്ടി. അപ്പോൾ അവർ ചോദിച്ചു എന്താ ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ അശോക് പറയാം. എന്താ ഇവിടെ എന്താ കാര്യം? അദ്ദേഹം വിചാരിച്ചല്ല BJP-ക്കാരെന്ന് വിചാരിച്ച് പേടിച്ച് കാണും. അദ്ദേഹം വാതിൽ പോലും തുറക്കുന്നില്ല, ഇങ്ങനെ അടഞ്ഞു നിൽക്കാം. ഞാൻ പറഞ്ഞു ഞാൻ സാറിനെ കാണാൻ വന്ന എന്ത് കാര്യം പറ. അപ്പോൾ ഞാനിങ്ങനെ PG വർഗീസ് ഡൽഹി, എന്ത് PG വർഗീസ്? ഞാൻ പറഞ്ഞു ഇങ്ങനെ സാറേ എനിക്ക് ഇങ്ങനെ രോഗം ഉണ്ടായിരുന്നു, അപ്പം ഡൽഹിയിൽ നിന്നൊരു കത്ത് വന്നു, അങ്ങനെ PG വർഗീസ് എന്ന ആൾ പറഞ്ഞു ഇങ്ങനെ കൂട്ടായ്മ വരാൻ, അങ്ങനെ വന്ന PG വർഗീസ് എന്നാണ്. അദ്ദേഹം വേഗം വാതിൽ തുറന്ന് എന്നെ അകത്ത് ഹോളിൽ കടത്തി ഇരുത്തി. അതൊരു കൂട്ടായ്മ പെന്തക്കോസ്ത് സഭയായിരുന്നു അത്. ഇരുത്തി. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ തങ്കമ്മേൻ്റി വന്നു, അവർ ചായ തന്നു, എന്നോട് കാര്യങ്ങൾ ചോദിച്ചു പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ 10:30 മണിക്ക് പ്രാർത്ഥന ഉണ്ട്, ഉപവാസ പ്രാർത്ഥന ഉണ്ട്, ബ്രദറിന് വരാൻ പറ്റിയ വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് സിനിമാ തിയേറ്റർ വാടകയ്ക്ക് നടത്തുന്ന ആളാണ് ഞാൻ, എനിക്ക് അവിടെ 2-2:30 എത്തണം. അതിനെന്താ പൊക്കോളൂ, സമയം പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് അന്ന് വൈഫിനും ആ സന്തോഷം, നല്ല കാര്യമല്ലേ നിങ്ങൾ പോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ അന്നൊരു 10-10:15 ഞാൻ ഈ കൂട്ടായ്മയിൽ കടന്നു ചെന്നപ്പോൾ അവരുടെ വീടിൻ്റെ മുകളിലാണ് ഹാള്. കടന്നു ചെന്നപ്പോൾ ആരും അധികം വന്നില്ല. അപ്പോൾ എന്നെ അദ്ദേഹം ഒരു പായ ചൂണ്ടി ആ പായയിൽ ഇങ്ങനെ ഇരുത്തി. വേറെ 2 സഹോദരന്മാരുണ്ട്, വെള്ളിയാഴ്ച. പിന്നെ കുറേ ആൻറ്റിമാരൊക്കെ വന്നു. അങ്ങനെ ഇവരങ്ങ് തുടങ്ങി. എന്താണ് തൃശ്ശൂർ പൂരം ഭയങ്കര, ഇയാളൊന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അത് പിന്നെ അവിടെ ഭയങ്കര കയ്യടിയും പാട്ടും. ഭയങ്കര എത്ര വെറുപ്പിക്കൽ, അത്രമാത്രം എല്ലാം കൂടെ കയ്യടിച്ച് എന്തൊക്കെയോ ബഹളങ്ങളൊക്കെ, കുറേ എന്തൊക്കെയോ ഭാഷ പറഞ്ഞു. അങ്ങനെ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അത് നിന്ന് ആശ്വാസം. എനിക്ക് എങ്ങനെ ചാടിയാൽ മതി എന്ന് വിചാരിച്ചു. എങ്ങനെ പുറത്ത് ചാടിയാൽ മതി ഞാൻ ഇതിനകത്തുനിന്ന്. ഞങ്ങൾ അമ്പലത്തിൽ പോവും, പ്രാർത്ഥിക്കും, ഒരു കുഴപ്പമില്ല. ആ ദൈവം ഒന്നും മിണ്ടില്ല, ഞങ്ങളൊന്നും മിണ്ടില്ല, ശല്യമില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഉപദ്രവം ആർക്കില്ല. ഇതെന്ത് പ്രാർത്ഥന? ഇവിടെ ഭയങ്കര കയ്യടിയും ബഹളവും അലർച്ചയും അട്ടഹാസവും ഒക്കെ. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്ന്. അത് കഴിഞ്ഞ് ഇദ്ദേഹം എന്നെ പരിചയപ്പെടുത്തി സിനിമാ തിയേറ്റർ നടത്തുന്ന ആളാ പറഞ്ഞു. അങ്ങനെ എല്ലാവരും നോക്കി, എല്ലാവരും എന്നെ ഒരു അത്ഭുത മനുഷ്യനെ പോലെ ഇങ്ങനെ എല്ലാവരും നോക്കുന്നുണ്ട്. ഇതിൽ എന്നെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്തു. അങ്ങനെ അദ്ദേഹം ഒരു 12, അപ്പോൾ പിന്നെ അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങി. എന്താ പ്രസംഗം ആർക്കറിയത്, എനിക്ക് വല്ലതും അറിയോ. അങ്ങനെ ഒരു 12 മണിയായപ്പോൾ അദ്ദേഹം പറഞ്ഞു അശോക് പൊക്കോളൂ, സിനിമാ തിയേറ്റർ പോകണ്ടല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെ എന്ന് പൊക്കോളൂ, ഞായറാഴ്ച കൊണ്ട് കേട്ടോ 10 മണിക്ക് വരണം കേട്ടോ എന്ന്. ഞാൻ എന്ന് പറഞ്ഞ് ഞാൻ ഓടി ഇറങ്ങി. ഇനി അങ്ങോട്ടില്ല, ഇനി ഇങ്ങോട്ടില്ല. എന്തൊരു ആൾക്കാരാണ്. ഓടി വീട്ടിലെത്തി. അന്ന് എനിക്ക് ബൈക്കും മറ്റൊന്നുമില്ല, ഫോണില്ല, ബൈക്കിലൊന്നും ആയില്ല. 99-ലാണ്. അപ്പോൾ എന്നോട് വൈഫ് വെച്ച് എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു പൊന്നു മോളെ ഭ്രാന്താലയത്തിൽ പോയ പോലെ ഉണ്ടായിരുന്നു. ശരിക്കും ഒരു ഭ്രാന്തന്മാരാ കേട്ടോ, ഇവരെന്തൊക്കെയാണ് കാട്ടിയ കാര്യങ്ങൾ പറഞ്ഞ വൈഫ് ഇനി അങ്ങോട്ട് പോകണ്ട. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെ ആ വെള്ളിയാഴ്ച കഴിഞ്ഞു. അന്ന് പിന്നെ മദ്യപിച്ചില്ല കേട്ടോ. ആ ശനിയാഴ്ച കഴിഞ്ഞു. ഞായറാഴ്ച രാവിലെ പതിവ് പോലെ അമ്പലത്തിൽ പോയി എഴുന്നേറ്റതാണ്. അപ്പോൾ എനിക്ക് പ്രാർത്ഥനയുണ്ട്. ഇങ്ങനെ എന്നും കുറച്ച് നേരം പ്രാർത്ഥിക്കുക യേശുവേ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ന്യൂ ടെസ്റ്റാമെൻറ്റ് വായിക്കും. ഈ ന്യൂ ടെസ്റ്റാമെൻറ്റ് വായിച്ച് അത് മദ്യപിച്ച് വന്ന വായിക്കും. ന്യൂ ടെസ്റ്റാമെൻറ്റ് വായിച്ച് 266 പേജ് വായിച്ച് കഴിയുമ്പോഴേക്കും എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എൻ്റെ അകത്ത് എന്തൊക്കെയോ ഒരു വ്യാപാരം നടക്കുന്ന പോലെ ആ വചനം ക്രിയ ചെയ്യാൻ തുടങ്ങി. മദ്യപിക്കരുത്, സിനിമാ തിയേറ്ററിൽ ടാക്സ് വെട്ടിക്കരുത്, പിന്നെ കറണ്ട് മോട്ടിക്കരുത്, പിന്നെ അങ്ങനെ സിഗരറ്റ് വലിക്കരുത്, ഇങ്ങനെ ഒരുപാട് ആരോഗ്യം ഇത് പറയുന്നത് പോലെ. അങ്ങനെ ഞാൻ മദ്യപാനം നിർത്തി, സിനിമാ തിയേറ്ററിൽ ടാക്സ് വെട്ടിക്കൽ നിർത്തി, പിന്നെ ഈ കറണ്ട് മോഷണമൊക്കെ നിർത്തി. അങ്ങനെ ഞാൻ ഒരു നല്ല മനുഷ്യനായി മാറാൻ തുടങ്ങി. ഇങ്ങനെ ഇരിക്കെ ഇത് ശനിയാഴ്ച, ഞായറാഴ്ച രാവിലെ അമ്പലത്തിൽ ഇപ്പോൾ മനസ്സില്ല. അപ്പോൾ ഞാൻ വൈഫിനെ വെച്ചല്ല, ഞാൻ അമ്പലത്തിൽ പോകണ്ടേ, നിങ്ങൾക്ക് വേണേൽ പൊക്കോ. അപ്പോൾ എൻ്റെ ഉള്ളത് പറയാം അമ്പലത്തിൽ പോകണ്ടെന്ന്. അങ്ങനെ ഞാൻ അന്ന് രാവിലെ 9:30 മണിക്ക് ഞാൻ ഈ ദൈവാലയത്തിൽ കടന്നു ചെന്നു. ഭയങ്കര ഒരു ഉൾപ്രേരണ, അവിടെ പോകണം എന്നുള്ളത്. വെള്ളിയും ശനി ഞാൻ ഇനി അങ്ങോട്ടില്ലെന്ന് പറഞ്ഞ് പോകുന്ന വൈഫിനോട് പറഞ്ഞാണ്. പക്ഷേ ഈ ഞായറാഴ്ച രാവിലെ 9:30 ഏറ്റവും ആദ്യം ഞാനാണ് എത്തിയത്. ഞാൻ കടന്ന് ഇരുന്ന് ഫാസ്റ്റ് എന്നെ വിളിച്ച് ഹോളിൽ ഇരുത്തി, സിറ്റ് ഔട്ടിൽ ഇരുത്തി, ആൻറ്റി ചായ കൊണ്ടുവന്നു. അങ്ങനെ അല്പം ഒന്ന് മിങ്കിളായി അവിടെ. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ എനിക്ക് ഞാൻ അവിടുന്ന് ഒരു സന്തോഷം. പിന്നെ എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും അവിടെ ആ ചർച്ചിൽ പോകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഒന്ന് മുതിർന്നു. പിന്നെ ശക്തമായി ബൈബിൾ, എനിക്ക് ഒരു പഴയ നിയമമൊക്കെ തന്നു, ശക്തമായി ബൈബിൾ വായിക്കാൻ തുടങ്ങി. പിന്നെ അന്നൊക്കെ 3 മണിക്ക് എഴുന്നേറ്റാൽ ഒറ്റ ഇരിപ്പിൽ 15 അധ്യായമൊക്കെ വായിക്കും, ഉൽപ്പത്തി മുതൽ വായിക്കാൻ തുടങ്ങി. പിന്നെ ഭയങ്കര ഈ ബൈബിൾ വായന ഒരു ഐസ്ക്രീം തിന്നുന്ന പോലെ, കുഞ്ഞുങ്ങളെ പോലെ എനിക്ക് ഭയങ്കര ആർത്തിയാണ്. അങ്ങനെ ബൈബിൾ നന്നായി സ്വായത്തമാക്കാൻ പഠിച്ചു. അന്ന് കഴിഞ്ഞു. ഇത് കഴിഞ്ഞൊരു 3-4 മാസം ആയപ്പം എനിക്ക് അവിടെ ഒരു 3 മാസം കഴിഞ്ഞപ്പം
എനിക്ക് അവിടെ അത്ര ഒരു പഥ്യമായി തോന്നുന്നില്ല. അവിടെ നിൽക്കണ്ട, അവിടെ വേണ്ട എന്നൊരു തോന്നൽ, ഒരു കൊച്ചു സഭയാണ്. അങ്ങനെ പാസ്റ്ററോടൊക്കെ ഒത്തുപോകാൻ പ്രയാസം. എനിക്ക് 3 മാസമായിട്ടുള്ളൂ. ആ സമയത്ത് മാവൂർ ഒരു ചർച്ചുണ്ട്, ഒരു ജേക്കബ് മാത്യു ആണ് ഏജ്, അതുണ്ടെന്ന് ഞാൻ അറിയാം. എൻ്റെ ഒരു തറവാടിനടുത്തുള്ള ഒരു ശിവാനന്ദനും ഒരു ശൈലജയും ശശികലയും അവിടെ ആണ് ആരാധിക്കാൻ പോകുന്നത്. അവർ പെന്തക്കോസ്ത ഞാൻ അറിഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ദിവസം ഞായറാഴ്ച മാവൂർ ചർച്ചിൽ പോയി. അപ്പോൾ ഇവർക്ക് എന്നെ കണ്ട് ഭയങ്കര സന്തോഷം. അപ്പോൾ എന്നെ പാപ്പാന്ന് വിളിക്കുക. എൻ്റെ തറവാടിൻ്റെ പുറകിലാണ് അവരുടെ വീട്. അപ്പോൾ പാപ്പ ഇവിടെ, ഞാൻ പറയാം എങ്ങനെയാണ് നന്നായി. ഇന്ന് ഇവരുടെ അച്ഛൻ പാസ്റ്റർ വരുന്നുണ്ട്, നിലമ്പൂർ വരുന്ന ആളാണ്, നന്നായി ഗസ്റ്റ്. എന്ത് അച്ഛൻ പാസ്റ്റർ, എന്ത് ഗസ്റ്റ് പാസ്റ്റർ എനിക്കറിയില്ല. ഞാൻ പതിവ് പോലെ അവിടെ തറയിരുന്നു, അവരുടെ കൂടെ ഞാനും ഇരുന്ന് പ്രാർത്ഥിക്കാൻ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ അച്ഛൻ പാസ്റ്റർ പ്രസംഗിക്കുക എഴുന്നേറ്റപ്പം ഈ അച്ഛൻ പാസ്റ്റർ എന്നെ ചൂണ്ടി പറയാണ്, സഹോദര, നിങ്ങളിങ്ങനെ കടൽ കടന്ന് ശുശ്രൂഷിക്കാൻ പോകും, നിങ്ങൾക്കൊരു വേലയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. നിങ്ങൾ സുവിശേഷം വലിക്കുന്നു. ഞാൻ പറഞ്ഞു എനിക്കതൊന്നും പറ്റില്ല, എനിക്ക് ഭാര്യയും 3 മക്കളുണ്ട്, അന്ന് എൻ്റെ പണിയല്ലെന്ന് പറഞ്ഞു. ഞാനത് അവോയ്ഡ് ചെയ്തു. എന്നാൽ അവിടുന്ന് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അങ്ങനെ വീണ്ടും അവിടുന്ന് പോന്നു, വീണ്ടും ഈ സഭയിൽ തന്നെ പോകാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുക ഒരു 3-4 മാസമായി കാണുന്ന തോന്നുന്നത്. ഞാനൊരു പകൽ നേരം, അന്ന് മാറ്റിനില്ല സിനിമാ തിയേറ്ററിൽ, ഒരു പകൽ നേരം ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് ഞാൻ ഉറങ്ങുകയാണ്. ഒരു ഉച്ചമയക്കത്തിൽ കിടക്കുമ്പം വൈഫ് വീട്ടിലില്ല, മക്കൾ 3 സ്കൂളിൽ പോയിരിക്കുക, പുറത്ത് പോയിരിക്കുകയാണ്. ആ 2 മണി സമയത്ത് ഞാനിങ്ങനെ ഉറക്കത്തിൽ എനിക്ക് ആകാശത്തിൽ ചില അക്ഷരങ്ങൾ എഴുതി കാണിച്ചു, ഇങ്ങനെ എഴുതി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ടി വിയിൽ എഴുത്ത് വന്ന് മായുന്ന പോലെ അങ്ങനെയാണ്. അത് പ്രകാരമായിരുന്നു. അപ്പോൾ എനിക്ക് ബൈബിൾ വലിയ വശത്തൊന്നായില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാവും എന്നുള്ള വചനം എഴുതി ഇങ്ങനെ മായ്ച്ചു. ഞാൻ ഉറക്കം ഞെട്ടി ചാടി എഴുന്നേറ്റ് കർത്താവേ എന്ന് പറഞ്ഞ് വിളിച്ച് എഴുന്നേറ്റപ്പോൾ ചെവിയിൽ എന്നോട് ആരോ മന്ത്രിച്ചു. ഇങ്ങനെ പറഞ്ഞു, അപ്പോസ്തലപ്രവൃത്തി 1:8 വായിക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്ത് അപ്പോസ്തലപ്രവൃത്തി? അങ്ങനെ അപ്പോസ്തലപ്രവൃത്തി 1:8 വായിച്ചു. എനിക്കത് എന്താണെന്ന് മനസ്സിലായില്ല. ഉടനെ ഞാനൊരു പാസ്റ്റർ ചെന്ന് കണ്ടു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു വാക്യം എനിക്ക് കിട്ടി, ഇങ്ങനെ ഉറക്കത്തിലാണ് തന്നെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ സുവിശേഷ വേലയ്ക്കുള്ള വിളിയാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഏറ്റെടുത്തു. അവിടുന്ന് പിന്നെ ബൈബിൾ നന്നായി പഠിക്കാൻ തുടങ്ങി. പിന്നെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി. പിന്നെ ആ 3-4 മാസമായപ്പോൾ ഒരു ദിവസം എനിക്ക് 4-5 മാസമായി കാണും, ഞാൻ ഉറങ്ങുമ്പം വല്ലാതെ എങ്ങനെ ഞാൻ നീന്തി കുളിക്കുന്നത് പോലെ ഈ നീന്തൽ കുളത്തിൽ വലിയ ജലാശയങ്ങൾ ഞാൻ മുങ്ങി തിമിർത്ത് നീന്തി തുടിക്കുന്നു. അങ്ങനെ പലവട്ടത് കാണിച്ചു. ഞാൻ ഇങ്ങനെ നീന്തി കുടിച്ചുകൊണ്ടിരിക്കാം. അപ്പോഴേക്ക് ആ സമയത്ത് ഞാൻ കോഴിക്കോട് ടൗൺ ഏജിയിലേക്ക് വന്നു, വീട്ടിയപുരം ഭാഷ ചർച്ചിലേക്ക് വന്നു. അങ്ങനെ എൻ്റെ 5 മാസം ഞാൻ അവിടെ എത്തിപ്പെട്ടു. പിന്നെ അവിടെ ആരാധന. ആ സമയത്താണ് ഞാൻ എങ്ങനെ നീന്തി തുടിക്കാൻ തുടങ്ങുന്നത്. എന്നും രാത്രി ഇങ്ങനെ പലതവണ ഈ സ്വപ്നം കാണാൻ തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ ഞാനിങ്ങനെ രാത്രി ഉറക്കത്തിൽ ഇങ്ങനെ വല്ലാതെ കുളിക്കുന്നത് കാണിക്കുക. എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് സ്നാനത്തിൻ്റെ മുൻകുറിയാണ്, നിങ്ങൾ സ്നാനപ്പെടാനായെന്ന്. അങ്ങനെ രക്ഷപ്പെട്ട് 6-ാം മാസം ഞങ്ങളുടെ AG ചർച്ചിൽ വലിയൊരു ഒരു ഫാമിലി മീറ്റിൻ്റെയായിരുന്നു. ഒരുപാട് പേര് കൂടി വന്നൊരു ശുശ്രൂഷയായിരുന്നു അത്. അവിടെ ഒത്തിരി പേര് സ്നാനപ്പെടാൻ വന്നിരുന്നു. തിരൂരിൽ നിന്ന് മറ്റൊക്കെ ഒത്തിരി ആൾക്കാർ വന്നിരുന്നു. അവിടെ എൻ്റെ സ്നാനം നടന്നു. VT മാസ്റ്ററുടെ കൈക്കിൽ ഞാൻ സ്നാനപ്പെട്ടു. എൻ്റെ ഭാര്യ അദ്ദേഹത്തെ കൈക്കിഴിച്ചാണ് സ്നാനപ്പെട്ടത്. അങ്ങനെ ഞാൻ സ്നാനപ്പെട്ട് ഡ്രസ്സ് മാറി പുറത്തേക്ക് വരുമ്പം, ഞങ്ങൾ പള്ളിയുടെ ഗ്രൗണ്ടിലേക്ക് വരുമ്പം അവിടെ ഒരു ജീപ്പിൽ തിരൂർ ഭാഗത്തു നിന്ന് കുറേ ആൾക്കാർ വന്നിരുന്നു. അതിൽ നിറയെ പുതിയ നിയമവും പിന്നെ ലഘുലേഖയായിരുന്നു. ഈ സ്നാനപ്പെട്ട് കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ അതിൻ്റെ ആ ജീപ്പിൻ്റെ ഉടമയോട് ഞാൻ ചോദിച്ചു കുറച്ച് ലഘുലേഖ തരും. അതിനെന്താണെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ഒരുപാട് ലഘുലേഖ ഞാൻ വാരിയെടുത്തിട്ട് പൊതിഞ്ഞ് ഒത്തിരി പുതിയ നിയമവും വാരിയെടുത്ത് ഞാൻ പൊതിഞ്ഞ് ഒരു നിധി പോലെ സൂക്ഷിച്ചു. പിന്നീട് അങ്ങോട്ട് സുവിശേഷകർ തുടങ്ങി. ടൗണിൽ, ബസ് സ്റ്റാൻഡിൽ, അങ്ങനെ ഇങ്ങനെ നിരന്തരം ബ്രോഷനെ പോലെ ഇങ്ങനെ ലഘുലേഖ കൊടുത്ത് നടക്കും. അപ്പോഴേ സിനിമാ തിയേറ്ററെല്ലാം നഷ്ടപ്പെട്ടു, സിനിമാ തിയേറ്റർ ഒഴിവാക്കേണ്ടി വന്നു. വീട്ടിലെ കാര്യങ്ങളൊക്കെ വളരെ വിഷമമായി. അങ്ങനെ എനിക്ക് സുവിശേഷ വേല തുടങ്ങി. അങ്ങനെ ആത്മാക്കളെ നേടാൻ തുടങ്ങി. ഇത് കഴിഞ്ഞിട്ട് അവിടുന്ന് 1 വർഷം സ്നാനപ്പെട്ട് 1 വർഷമാകുമ്പം ഞങ്ങളുടെ AGയുടെ ചർച്ചിൻ്റെ ഒരു ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരുന്നു. എനിക്ക് അഭിഷേകം കിട്ടിയ കാര്യം പറയാൻ പോകുന്നു. ഉപവാസ പ്രാർത്ഥന വെച്ച് കോഴിക്കോട് കൽപ്പക ഓഡിറ്റോറിയത്തിൽ. അപ്പോൾ 2 നേരം ശുശ്രൂഷ. ഈ ഇടയ്ക്ക് ഞാൻ പെയിൻറ്റിംഗ് പണിക്ക് പോകാൻ തുടങ്ങി. ജീവിക്കട്ടെ 3 മക്കളിലെ പെയിൻറ്റിംഗ് പണിക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ ഒരു വരുമാനമാർഗ്ഗം കണ്ടെത്തി സ്വന്തം AGയിൽ ആരാധിക്കാൻ പോകും, സുവിശേഷ വേല ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഈ ഉപവാസ പ്രാർത്ഥന വെച്ചപ്പോൾ അവിടെ ശുശ്രൂഷിക്കാൻ വന്നത് കോട്ടയത്ത് ബാർ ഹോട്ടൽ നടത്തിയ ഒരു ബെൻസി പാസ്റ്റർ ശുശ്രൂഷിക്കാൻ വന്നത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടെന്നും ഇത് പ്രാപിക്കണമെന്നൊക്കെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കാണ് പരിശുദ്ധാത്മാഭിഷേകം ലഭിച്ചിട്ടില്ല. അങ്ങനെ ഞാനിത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ബെൻസി പാസ്റ്റർ ശുശ്രൂഷിക്കാൻ വന്ന ദിവസം ഒരു രാത്രി സെക്ഷനിൽ ഞാൻ മുമ്പിലിരുന്ന് ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുക, നിന്ന് ആരാധിക്കുകയാണ്. ഒരു ഭാഗത്ത് ഞങ്ങൾ സഭയിൽ ഒത്തിരി ആൾക്കാരുടെ സഭയാണ്. ഒരു ഭാഗത്ത് ഈ ലേഡീസും
എതിർഭാഗത്ത് ഞങ്ങളുടെ പുരുഷന്മാർ സഹോദരന്മാർ നിന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബെൻസി പാസ് ശുശ്രൂഷ തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ മനസ്സ് പറയാം, കർത്താവ് എനിക്ക് അഭിഷേകം വേണം, അഭിഷേകം എന്താണെന്ന് അറിയില്ല, അഭിഷേകം എന്താ അറിയില്ല, എനിക്കത് വേണം. ഈ ഒരു വർഷത്തിൽ 6 മാസം എൻ്റെ പ്രാർത്ഥന അതായിരുന്നു. അങ്ങനെ രക്ഷിക്കപ്പെട്ട് ഒരു വർഷമാകുമ്പോൾ എനിക്ക് അഭിഷേകം കിട്ടാനുള്ള വഴികൾ ദൈവം തുറന്നു തന്നു. ഈ ബെൻസി പാസ് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പം ഈ വലതു ഭാഗത്ത് നിൽക്കുന്ന ഒരു കൂട്ടം ലേഡീസ് ഉണ്ട്, ആ സഹോദരിമാരന്. അവിടെ ഒരു നായർ സ്ത്രീ ഉണ്ട്, അവരുടെ പേര് ശോഭ എന്നായിക്കോട്ടെ. ആ ശോഭ സഹോദരിയെ നോക്കിയിട്ട് ഈ ബെൻസി പാസ് ഇങ്ങനെ വിരൽ ചൂണ്ടി പറഞ്ഞു, സ്റ്റേജിൽ നിൽക്കുക, അങ്ങനെ പറഞ്ഞു, സഹോദരി നിൻ്റെ മേലേക്ക് പരിശുദ്ധാത്മ വരാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ് വിരൽ ചൂണ്ടലും ഈ ശോഭ എന്ന സഹോദരി, പേര് വേറെയാണ്, ഞാൻ ഇങ്ങനെ ഉപയോഗിക്കാം, ശോഭ എന്ന സഹോദരി തെറിച്ച് വീണ് എടുത്തെറിയപ്പെട്ടു. ആ പുറകിൽ നിൽക്കുന്ന ഒത്തിരി സഹോദരിമാർ തള്ളി മാറ്റി കസരയൊക്കെ മറിച്ചിട്ട് ഈ സഹോദരി നിലത്ത് വീണ് പടയാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് പരിശുദ്ധാത്മ അഭിഷേകം. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ നെഞ്ചത്തിൽ കൈവച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കണം, കർത്താവ് എനിക്ക് ഈ അഭിഷേകം തരണം, എനിക്കും പരിശുദ്ധാത്മ അഭിഷേകം തരണം. അങ്ങനെ മനസ്സ് പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ഈ ബെൻസി പാസ്റ്റർ എന്ന പാസ്റ്റർ താഴോട്ട് ഇറങ്ങി വന്നിട്ട് എൻ്റെ അടുത്ത് വന്നതിന് ചെവിയിൽ പറഞ്ഞു, സഹോദര നിങ്ങളിപ്പോൾ റബ്ബർ പന്ത് തുള്ളിത്തെറിക്കുന്ന പോലെ തുള്ളിത്തെറിക്കാൻ പോവാണ്, നിങ്ങളുടെ മേലെ അഭിഷേകം വരുന്നു. ഇത് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ തലയിൽ ഇങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ തട്ടിയിട്ട് ഇദ്ദേഹം പുറകോട്ട് പോയി. ഇദ്ദേഹം പറയലും ഈ വിരലിൻ്റെ ദേഹം തൊട്ടതും ഞാൻ തുള്ളി 3-4 തവണ മുകളിലേക്ക് തുള്ളി, റബ്ബർ പന്ത് തുള്ളി ഞാൻ താഴെ നടുകുത്തി വീണു. അവിടെ കിടന്ന് ഉരുളാൻ തുടങ്ങി. ഉരുണ്ട് എനിക്ക് അന്ന് അന്യഭാഷയോട് കൂടി അഭിഷേകം ലഭിച്ചു. അങ്ങനെ ആ അഭിഷേകമാണ് എന്നെ ഇന്ന് വരെ നടത്തിയത്. അങ്ങനെ അഭിഷേകം പ്രാപിച്ച് പിന്നെ ജോലിയും കൂലിയും നോക്കാതെ നിരന്തരം സുവിശേഷ വേല, കാണുന്ന മക്കളുടെ മനുഷ്യരോടൊക്കെ സുവിശേഷ വേല, സ്കൂൾ പിള്ളേർക്ക്, അങ്ങനെ ലക്ഷക്കണക്കിന് സുവിശേഷ പ്രതി കൊടുക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ഒത്തിരി ആത്മാക്കളെ എൻ്റെ ശുശ്രൂഷയിൽ ആദ്യമായിട്ട് ഞാൻ നേടിയത് ഒരു സാവിത്രി എന്ന ഒരു സഹോദരി, അവരിന്ന് ഏജിൽ സ്ഥാനപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ഒരു കൃഷ്ണദാസ് എന്ന സഹോദരൻ, അത് ബീച്ചിൽ നിന്ന് കിട്ടിയ. അങ്ങനെ ഒരു നല്ലൊരു കൂട്ടത്തെ നേടാൻ സ്വർഗം എന്നെ ഉപയോഗിച്ചു. അങ്ങനെ എനിക്ക് ബൈബിൾ കോളേജിൽ പഠിക്കാനുള്ള അവസരമൊക്കെ ഒത്തുകിട്ടി. ഈ സമയത്ത് വീട്ടിൽ അലോസരങ്ങൾ തുടങ്ങി. മക്കളും ഭാര്യയൊന്നും രക്ഷയിൽ വന്നില്ല, ഭയങ്കര എതിർപ്പായിരുന്നു. അങ്ങനെ വീട്ടിലിങ്ങനെ ഞാൻ എന്ത് പറഞ്ഞാലും അവർക്ക് എതിർപ്പ്. അങ്ങനെ എന്നെ അവർ ഉപദ്രവിക്കാനും തട്ടാനും വിട്ടാൻ തുടങ്ങി. അങ്ങനെ വീട്ടിൽ തീരെ സ്വസ്ഥതയും സമാധാനമില്ല, എപ്പോഴും പ്രശ്നങ്ങളാണ്. വൈഫായിട്ട് എപ്പോഴും കൊമ്പ് കോർക്കേണ്ടി വരും. മക്കളുമായിട്ട് അങ്ങനെ തന്നെ. ഞാൻ എന്തെങ്കിലുമൊക്കെ പകൽ പറഞ്ഞ രാത്രി മക്കൾ വരുമ്പോൾ അവരോട്, അപ്പോൾ മക്കളൊക്കെ ജോലിക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ വീട്ടിലും ആകെ പ്രശ്നങ്ങൾ, സാമ്പത്തികം ഞെരുക്കും, ഇതെല്ലാം കൂടെ ആയിട്ട് ഒട്ടും സ്വസ്ഥതയില്ല. ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കും. അങ്ങനെ ഒത്തിരി സുവിശേഷം വളരെ ഫേമസായി വളരെ നന്നായിട്ട് വേല ചെയ്യും. പിന്നെ സ്വയമായി ട്രാക്റ്റൊക്കെ ഞാൻ പ്രിൻ്റ് ചെയ്യാൻ തുടങ്ങി. അതിനകത്തുണ്ട് ഞാൻ ഒത്തിരി ട്രാക്ട്. ഒന്ന്, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും, പിന്നെ അതിരുകളില്ലാത്ത ദൈവസ്നേഹം, പിന്നെ ദൈവമാകണമെങ്കിൽ, പിന്നെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, പിന്നെ നീ എനിക്ക് വിലയേറിയ മകൻ ഞാൻ സ്നേഹിക്കുക. അങ്ങനെ ഒത്തിരി ട്രാക്റ്റ് എഴുതാൻ, അത് വളരെ മനോഹരം മൾട്ടി കളറിലുള്ള ട്രാക്റ്റ് പ്രിൻ്റ് ചെയ്യാറ്. ലക്ഷക്കണക്കിന് ട്രാക്റ്റ് പ്രിൻ്റ് ചെയ്യാനും ട്രാക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ നടത്താനും കേരളത്തിലെ മിക്ക ജില്ലകളുടെയും പാസ്റ്റർമാർ എൻ്റെ ട്രാക്റ്റ് വന്ന് ആവശ്യപ്പെട്ട് ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരു ദൈവം എനിക്ക് കൃപ തന്നു. പിന്നെ കോട്ടയത്ത് ഇറങ്ങിയൊരു പത്രമുണ്ട്, എന്താണ്, കിങ്സ് വോയിസ്. അതിലൊക്കെ എല്ലാ മാസവും ലേഖനം എഴുതാൻ ദൈവം എന്നെ ഉപയോഗിച്ചു. വെറും 10ാം ക്ലാസ്സുകാരാണ് കേട്ടോ. അങ്ങനെ എൻ്റെ ബൈബിൾ ഒരു കൊല്ലത്തെ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ ആയിരിക്കെ എൻ്റെ മകൻ്റെ കല്യാണം വന്നു. 2ാമത്തെ മകൻ, മൂത്ത മകൻ ഖത്തറില്ല. ആ കല്യാണം എന്നോട് പറഞ്ഞില്ല, എന്നെ അടുപ്പിച്ചില്ല. അതിൽ മൂത്ത മകൻ ഖത്തറിൽ വന്ന് അവനെയും കല്യാണം കഴിഞ്ഞു. അതും എന്നെ വിളിച്ച്. അങ്ങനെ 3 മക്കളുടെ, ഞാൻ പോറ്റിയ എൻ്റെ അരുമ മക്കളുടെ കല്യാണം കൂടാൻ ഈ ഹതഭാഗ്യം എനിക്കുണ്ടായില്ല, എനിക്ക് ഭാഗ്യം ഉണ്ടായില്ല. അങ്ങനെ അതൊക്കെ അവിടുത്തെ ഒത്തിരി കരഞ്ഞുണ്ട്, ഒരുപാട് കരഞ്ഞുണ്ട്. ഒന്ന്, പട്ടിണിയുടെ കരച്ചിൽ. 2ാമത് ഇങ്ങനെ വീട്ടിലെ അവഗണന. പിന്നെ സഹോദരന്മാരായിട്ടുള്ള ഉപദ്രവം, ദൈവദാസന്മാരുടെ ഉപദ്രവം, പൊതുജനത്താലുള്ള ഉപദ്രവം, പൗലോസ് പറഞ്ഞ പോലെ അങ്ങനെ ഒത്തിരി ഉപദ്രവങ്ങളെല്ലാം പിടിച്ചു. 24 വർഷം കഴിയാറ് എന്നും ദൈവം നിലനിർത്തുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ മക്കളെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ ഞാൻ നല്ല ഒരു പ്രായമൊക്കെയാണല്ലോ അന്ന്. ഇങ്ങനെ എന്നെ കുറേ മുതിർന്ന ഡീക്കന്മാരും മൂപ്പന്മാരും പാസ്റ്റർമാരൊക്കെ എന്നെ ഉപദേശിച്ചു. അപ്പോൾ കോഴിക്കോട് ഞാൻ അറിയപ്പെടുന്നൊരു സുവിശേഷ വേലക്കാരനാണ്, എല്ലാവർക്കും എന്നെ അറിയാം. ഏത് കൂട്ടായ്മയിൽ ഞാൻ പോകും, ഏത് വീട്ടിൽ ഉപവാസം ഞാൻ പോകും. എനിക്കങ്ങനെ ഡിനോമിനേഷനൊന്നുമില്ല, പക്ഷേ ഞായറാഴ്ച എൻ്റെ സ്ഥലത്തിൽ മാത്രമേ ആരാധിക്കുള്ളൂ. അങ്ങനെ ഞാൻ പോകാത്ത വീടുകളിൽ ഡിനോമിനേഷനും ഇല്ല. എവിടെ ഉപവാസമുണ്ട്, എവിടെ ശുശ്രൂഷ ഉണ്ട്, അവിടെയൊക്കെ ഞാൻ പോകും. എനിക്ക് വചനം തിന്നാൻ വേണ്ടി ഞാൻ ഓടി നടക്കുക. എൻ്റെ അകത്തിരിക്കുന്ന ആത്മാവ് ഇങ്ങനെ വചനത്തിന് ദാഹിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ പ്രസംഗങ്ങൾ പ്രസംഗിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. വ്യത്യസ്തമായ പ്രസംഗം,
ഞാൻ ഈ അധികം അനുഗ്രഹത്തിൻ്റെ പ്രസംഗം പ്രസംഗിക്കാറില്ല. ബൈബിളിൽ ആത്മീയ മർമ്മങ്ങൾ വെളിപ്പെടുത്തി പ്രസംഗിക്കാനുള്ള ആ കൃപ എനിക്ക് ദൈവം തന്നു. എൻ്റെ കഴിവില്ല, ദൈവത്തെ കൃപ. കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ എനിക്ക് ദൈവവചനം പങ്കുവെക്കാൻ, ശുശ്രൂഷിപ്പാൻ, ഒത്തിരി പേരെ നേടാൻ. പിന്നെ ഒരു ചെറിയ ചർച്ചയ്ക്ക് അന്ന് ഓപ്പൺ ചെയ്തു. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൽ പിന്നെ പാസ്റ്ററായി ജോലി ചെയ്തു. അവിടെ 2 വർഷം നിന്ന് പിന്നെ ഇറങ്ങിപ്പോന്നു. പിന്നെ സ്വയമേ ചർച്ചിട്ട് സിയോൺ ഫെലോഷിപ്പ് അവിടെ ഒരു 10 മാസം കൊണ്ട് 10 പേരെ സ്നാനപ്പെടുത്തി. അങ്ങനെ ഇരിക്കെ കുറച്ച് ഡീക്കന്മാരും മൂപ്പന്മാരും ചില പാസ്റ്റർമാരും പറയാൻ സ്നേഹിക്കുന്നത് പറഞ്ഞു, പാസ്റ്ററെ നിങ്ങൾ പലതവണ അവരെ വിളിച്ചതല്ലേ, അവർ നിങ്ങളുടെ കൂടെ വരാൻ താല്പര്യം, അപ്പം നിങ്ങളെ കുറ്റില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കല്യാണം കഴിക്കാൻ തെറ്റില്ല, അതൊരു കുഴപ്പമില്ല. നിങ്ങളതല്ലാത്ത കുറ്റത്തിൽ അവർ പിരിഞ്ഞു പോയത്, നിങ്ങൾ അവരെ ആഗ്രഹിക്കണ്ടല്ലോ, വിളിച്ചല്ലോ, വരുന്നില്ലല്ലോ. അങ്ങനെ എൻ്റെ ചിലരൊക്കെ അങ്ങോട്ട് വിട്ടപ്പോൾ അവർ പറഞ്ഞു, ഇനി ആ മനുഷ്യനോട് ജീവിതത്തിന് പ്രശ്നമേ ഇല്ല, എന്നെ അവൻ ഒഴിവാക്കി എന്നൊക്കെ എൻ്റെ ഭാര്യ എന്നെപ്പറ്റി പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോൾ ചങ്ക് മുറയും. ഞാൻ മധ്യസ്ഥത്തിന് വേണ്ടിയിട്ട് പലരെയും എൻ്റെ വീട്ടിലേക്ക്, പല ദൈവദാസന്മാരെയും എൻ്റെ സഹോദരന്മാർക്ക് അയച്ചാൽ അവർ പറഞ്ഞ വാക്കിങ്ങനെ, ഇവർ പറയും ഇങ്ങനെയാണ്, ഇനി അവൻ്റെ കൂടെ ജീവിക്കുന്നതേ ഇല്ല, അതെന്നെ ഒഴിവാക്കി, എന്നെ അവനെ മറന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഭാര്യ എന്നെ അവോയ്ഡ് ചെയ്യും. അതൊക്കെ ശങ്ക് വല്ലാതെ കീറുന്ന അനുഭവമാണ്. അതൊക്കെ കേൾക്കണം. സ്വന്തം ഭാര്യ എന്നെ സ്നേഹിച്ച് എൻ്റെ കൂടെ വന്ന് എൻ്റെ മക്കളെ പേര് എൻ്റെ ഭാര്യ എങ്ങനെ പറയുമ്പോൾ പലപ്പോഴും ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ എന്നോട് പറയും വേറെ ഒരു കല്യാണം ആലോചിക്കുക. അങ്ങനെ എനിക്ക് വേണ്ടി ചിലർ, അത് വചനപ്രകാരം തെറ്റാണെങ്കിൽ അന്നത്തെ എൻ്റെ അതിൽ എനിക്കത് ശരിയാന്ന് തോന്നി. ഒരു തുണ വേണം, കാരണം ഒന്ന് പനിച്ച് കിടന്നാൽ ഒരു തുള്ളി വെള്ളം അനത്തി തരാൻ ആരുമില്ല. അങ്ങനെ ഞാൻ പെണ്ണന്വേഷണം തുടങ്ങി, പലരും അന്വേഷിക്കാൻ തുടങ്ങി. ആ സമയത്താണ് ചെറിയൊരു പ്രശ്നം. എന്താ പറയുക, ഈ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യാതെ വേറെ കല്യാണം കഴിക്കാൻ നിയമമില്ല. അങ്ങനെ പിന്നെ എൻ്റെ ഉള്ളിൽ പിന്നെ ഡിവോഴ്സ്, അങ്ങനെ ഞാൻ എൻ്റെ ഭാര്യക്കെതിരെ ചെയ്യാൻ പാടില്ല, എൻ്റെ ഭാര്യക്കെതിരെ ഞാൻ ഡിവോഴ്സ് കൊടുത്തു. ഡിവോഴ്സിൻ്റെ കോടതിയിൽ നിന്ന് മറ്റേ കൗൺസിൽ ചെയ്യുന്ന മാഡം, സെറീന മാഡം, കുടുംബ കോടതി എന്നെയും വിളിച്ചു, എൻ്റെ ഭാര്യയും വിളിച്ചു. എൻ്റെ ഭാര്യ 2ാമത്തെ മകനും കൂടിയാണ് ബൈക്കിലാണ് വന്നത്. ഞാൻ ഈ കോടതിയിൽ കയറി ഒരു 3 മണി സമയത്ത് സെറീന മാഡം അവിടെ ഇരിക്കുന്നു, ഞാനിവിടെ ഇരിക്കുന്നു. 7.5 വർഷത്തിന് ശേഷം എൻ്റെ ഭാര്യ എൻ്റെ അടുത്തിരിക്കുന്നു, മകൻ പുറത്ത് വന്നു. അപ്പോൾ ഈ മാഡം ചോദിച്ചു, ഇവളോട് ചോദിച്ചു, ബോയ് ഫ്രണ്ട് ചോദിച്ചു, ഇയാളുടെ കൂടെ ജീവിക്കുന്നത് താല്പര്യമാണോ? ഞാൻ പറഞ്ഞു ഇല്ല. അവൾ പറഞ്ഞില്ലെന്ന്. എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇതിൻ്റെ പിന്നെ ഡിവോഴ്സ് അവർക്ക് ഇഷ്ടമില്ല? ഞാൻ പറഞ്ഞു മാഡം അതല്ല, അത് അവരെ മനസ്സൊന്ന് അറിയാൻ വേണ്ടി മാറുകയും ചോദിച്ച് ചെയ്തതാണ്. എനിക്ക് ഇവരെ പിരിയാൻ താല്പര്യമില്ല, എനിക്ക് എൻ്റെ ഭാര്യയെ വേണം, ജീവിതകാലം ഇവിടെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വീണ്ടും ചോദിച്ചു, അവർ പറഞ്ഞു ഇല്ല, ഈ മനുഷ്യൻ എങ്ങനെയെങ്കിലും ഒഴിവായി തന്നെ, മടുത്ത് മനുഷ്യൻ്റെ കൂടെ ജീവിക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മുഖത്തടിച്ച പോലെ പറഞ്ഞു. അപ്പോൾ ഈ ശ്രീന മാഡം, ഈ മറ്റേ കൗൺസിൽ ചെയ്യുന്ന മാഡം പറഞ്ഞു, സാറേ നിങ്ങളെ കൂടെ ജീവിക്കാൻ അവർക്ക് താല്പര്യമില്ല, നിങ്ങൾ ഡിവോഴ്സ് ചെയ്യുന്നത് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 18ാം തീയതിയാണ് ഈ കോടതി ചെന്നത്. അവർ പറഞ്ഞു 25 നെക്സ്റ്റ് വീക്ക് 20ാം തീയതി നിങ്ങളുടെ ഡിവോഴ്സോ കോടതി വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് മുറിയാണ്. അത് കഴിഞ്ഞ് കോടതി വിട്ട്, കോടതി മുകളിലാണ്, താഴോട്ട് ഇറങ്ങി വരുമ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ ഇവളും മകനും വണ്ടി എടുത്ത് വിട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്തൊക്കെയോ നഷ്ടപ്പെട്ടതുപോലെ, ഇതുവരെ എൻ്റെ ഭാര്യ ഇത് പറയാം, അതും കൂടി ഇല്ലാതാവുക. ഞാൻ വളരെ വിഷണനായി. ഒരു 3:30 മണിയായി കാണും. ഞാനൊരു ഹോട്ടലിൽ കയറി, അന്ന് ഞാൻ ഇവിടെ പുതിയ ഒരു ലോഡ്ജിലാണ് പാർക്കുന്നത്. ഹോട്ടലിൽ കയറി അല്പം ഊണ് വാങ്ങി, കഴിക്കാൻ പറ്റിയില്ല, അത് വാരി കുഴച്ചിട്ട് നേരെ റൂമിൽ വന്നു. ഒരു 4:30 മണി മുതൽ എനിക്ക് കിടന്നിന് ഉറക്കം വരുന്നില്ല. അങ്ങനെ ഞാൻ റൂമിൽ എഴുന്നേറ്റ് ചെയ്ത്, കട്ടിൽ എഴുന്നേറ്റ് വാതിലങ്ങ് അടച്ചു. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, കർത്താവ് എന്താ അങ്ങനെ, എൻ്റെ ഭാര്യ നഷ്ടപ്പെടും. ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഇങ്ങനെ 1 മണിക്കൂർ പ്രാർത്ഥിച്ചു. ഇതേ സമയത്ത് എൻ്റെ ഭാര്യ മകനെയും കൂട്ടി എൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ മൂത്ത മകൻ്റെ ഭാര്യയുണ്ട്, 2ാമത്തെ മകൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ മകളും മകളുടെ ഭർത്താവുണ്ട്. ഈ ഡിവോഴ്സിന് വിവരം എൻ്റെ അമ്മയെ കാത്തിരിക്കുകയാണ് അവർ ആകാംക്ഷയോടെ. എൻ്റെ ഭാര്യ ഓടി വീട്ടിലേക്ക് കയറി. അപ്പം അന്ന് മൂത്ത മകൻ ഖത്തറില്ല. മകൻ്റെ ഭാര്യയോട് പറഞ്ഞു, കഴിഞ്ഞടി രണ്ടും കഴിയോ, അത് ആ ശല്യം ഒഴിവായി എന്ന് പറഞ്ഞപ്പോൾ വീട്ടിലേക്ക് കയറുന്നത്. അവൾ പിന്നീട് പറഞ്ഞതാണ് കേട്ടോ കയറുന്നത്. അങ്ങനെ അവൾ ഭക്ഷിച്ച് പാൻ ചെയ്ത് തൃപ്തിപ്പെട്ടു. ഈ സമയത്ത് ഞാൻ ഇവിടെ ആഹാരം പോലും കഴിക്കാൻ കഴിയാതെ പകൽ 4:30 മുതൽ 5:30 വരെ എൻ്റെ റൂമിൽ ഞാൻ കരഞ്ഞ് യേശുവിനെ ആർഗ്യുമെൻറ്റ്സ് നടത്തിക്കൊണ്ടിരിക്കുക. ഒത്തിരി യേശുവിനെ വഴക്ക് പറഞ്ഞു, അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. കാരണം എൻ്റെ എല്ലാമായി എൻ്റെ ഭാര്യ എന്നേക്ക് പോയി നഷ്ടപ്പെടാൻ പോവുകയാണ്. അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാനൊരു 5:30 ഞാൻ തളർന്ന് വീണുപോയി. ആ സമയത്ത്, ഈ 5:30 മണി സമയത്ത് വീട്ടിൽ ചില അത്ഭുതം ഉണ്ടായി. ഞാൻ സ്വർഗത്തിൽ 1 മണിക്കൂർ സ്വർഗത്തിൽ നോക്കി പ്രാർത്ഥിച്ചപ്പോൾ 5:30 മണിയായപ്പോൾ സ്വർഗം ദൂതന്മാരെ എൻ്റെ വീട്ടിലേക്ക് അയച്ചു. വീട്ടിൽ വളരെ റിലാക്സാണ്, വീട്ടിലേക്ക് അയച്ചു. എൻ്റെ ഭാര്യയോട് ഇടപെടാൻ തുടങ്ങി. എൻ്റെ ഭാര്യ തല ചുമരിലിട്ട് അടിച്ചുകൊണ്ട് പറയാം, ഇല്ല അച്ഛനെ ഒഴിവാക്കാൻ പറ്റില്ല, മക്കളെ എനിക്ക് അച്ഛനെ ഒഴിവാക്കാൻ പറ്റില്ല, അച്ഛനോട് ജീവിക്കണം, ഡിവോഴ്സ് വേണ്ടാന്ന് പറഞ്ഞു. ഭയങ്കര കരച്ചിലും തലയൊക്കെ ഈ ഭിത്തിക്കിട്ട് അടിക്കാൻ തുടങ്ങി പോലും. അങ്ങനെ ഇവർക്കൊക്കെ ഭ്രമമായി, ആകെ അവർ ഭ്രമിച്ചു, അമ്മ ഇങ്ങനെ ചെയ്തുകൊണ്ടുണ്ട്. അപ്പോൾ തന്നെ ഇളയ മകൻ എൻ്റെ മൂത്ത മകനെ ഖത്തറിലേക്ക് വിളിച്ചു പറഞ്ഞു, ഏട്ടാ എങ്ങനെയാണ്? അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് അച്ഛനെ പിരിയേണ്ടതെന്ന്.
അപ്പോൾ അവൻ പറഞ്ഞു, അങ്ങനെയാണ് നീ എന്തിനാ, അമ്മൻ്റെ ഇഷ്ടം, അവരെല്ലാം ജീവിക്കുക, അവരെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ, അവർ റിയൂനായിക്കോട്ടെ എന്ന് മകൻ പറഞ്ഞു. അങ്ങനെ അമ്മ ഇവരെ ആശ്വസിപ്പിച്ചു. അവൻ അമ്മയോട് പറഞ്ഞു, ഇല്ല അമ്മ, ഒരു കാര്യം, അച്ഛനെയും കൊണ്ട് അമ്മയ്ക്ക് ഇങ്ങോട്ട് ഇവിടെ താമസിക്കാൻ പറ്റും നോക്കണ്ട, 2 വർഷം കൊണ്ട് ഞാനൊരു വീട്ടിലേക്ക് പുറത്ത് പോയി, എന്നിട്ട് അമ്മ അവിടെ നിന്ന് അച്ഛനെയും കൊണ്ട് താമസിക്കുന്നത്, അല്ലെങ്കിൽ വാടക വീട് എടുത്ത് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ അതിനിടയ്ക്ക് എൻ്റെ ഭാര്യ ഒരു ഇത് ചെയ്തു, ഈ വീട് അവളുടെ പേരിൽ, ആ വീടും ആ സ്ഥലവും എൻ്റെ മൂത്ത മോൻ എഴുതി കൊടുത്തു. അവൾക്ക് പറഞ്ഞവർ ജീവിക്കുക, എനിക്ക് ഒന്നുമില്ല, എൻ്റെ ഭാര്യയും മക്കൾ നഷ്ടപ്പെട്ടു, ഞാൻ ഉണ്ടാക്കി വീട് നഷ്ടപ്പെട്ടു, ഒന്നുമില്ല, അത് എഴുതി കൊടുത്തു. അത് ഞാൻ പിന്നീട് അറിഞ്ഞത്. അങ്ങനെ മൂത്ത മോൻ പറഞ്ഞപ്പോൾ ഇവനിങ്ങനെ ഇളയ മകൻ ഇങ്ങനെ പറഞ്ഞു, അമ്മ അങ്ങനെയാണ്, അങ്ങനെ ഇവൾ എന്നെ അന്ന് വൈകുന്നേരം തൊട്ടിട്ട് ഒരു 6 മണി മുതൽ ഇവൾ എനിക്ക് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുക, എൻ്റെ ഭാര്യ ഇങ്ങനെ, എനിക്ക് നിങ്ങൾ സംസാരിക്കണം. ആദ്യൊരു മെസ്സേജ് എനിക്കുള്ള അല്പം സംസാരിക്കേണ്ടെന്ന്, ഞാൻ ആ മൈൻഡാക്കാൻ പോയില്ല. 2ാമതൊരു മെസ്സേജ് വന്നു 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ, എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാണ്ട്, അത് ഞാൻ മൈൻഡാക്കില്ല. 3ാമതൊരു മെസ്സേജ് വന്നു, അശോകേട്ടാ എനിക്ക് നിങ്ങൾ കുറച്ച് കാര്യം സംസാരിക്കാണ്ട് എന്ന് പറഞ്ഞു. അത് ആക്കി അവസാനം പറഞ്ഞു, അശോകേട്ടാ നമുക്ക് ഒരുമിച്ച് ജീവിക്കുക, നിങ്ങൾ വിളിക്കരുത്, ഞാൻ വരാം, നമുക്ക് സംസാരിക്കാൻ അവസരം ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ചർച്ചിൽ, അന്ന് ഞാൻ ചർച്ച നടത്തുന്ന സമയമാണ്, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ചർച്ച നടത്തുക കോഴിക്കോട് ടൗണിൽ. ആ സമയത്ത് എൻ്റെ ചർച്ചിലൊരു ഉദ്യോഗസ്ഥയുണ്ട്, ഇത്തിരി ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്, ഒരു ഉദ്യോഗസ്ഥയുണ്ട്. അവരോട് ഞാൻ കാര്യം ഷെയർ ചെയ്തു. ഞാൻ പറഞ്ഞു, സിസ്റ്റർ എങ്ങനെയാണ്? അപ്പോൾ അതിനെന്താ പാസ്റ്ററെ, അവരെനിക്ക് പെണ്ണാൻ നേഴ്സവരായിരുന്നു. നല്ലതല്ലേ. അപ്പോൾ അവർ പറഞ്ഞു, നമുക്കൊരു സ്ഥലം കണ്ടാത്ത. അങ്ങനെ ഞാൻ വൈഫിനോട് പറഞ്ഞു, മെസ്സേജ് ഇട്ടു, നാളെ രാവിലെ എന്നെ അടുത്ത് കോഴിക്കോട് ലയൺസ് പാർക്കുണ്ട്, വൈകുന്നേരം അവിടെ വരാൻ പറഞ്ഞു. അങ്ങനെ ഈ സഹോദരി വന്നു. ഞങ്ങൾ 2 അവിടെ നിന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇവൾ അവിടെയും ഉടക്കി. വൈഫ് ഇത്തിരി ലേശം ഒരു ദേഷ്യക്കാരിയാണ്, അല്പം ദേഷ്യക്കാരി, പക്ഷെ നല്ല സ്ത്രീയാണ്. അങ്ങനെ അവിടെ വെച്ച് ഞങ്ങൾ റിയൂനിയനായി, ആ ബീച്ചിൽ വെച്ച് ഞങ്ങൾ റിയൂനിയനായി. അങ്ങനെ വാടക വീട് എടുത്ത് പാർക്കണം. ഞാനിപ്പം 11 വർഷമായി ഞങ്ങൾ വാടക വീട് മാറി പാർക്കുന്നു. ഇപ്പം എൻ്റെ ഭാര്യ എൻ്റെ കൂടെയുണ്ട്. അങ്ങനെ ഭാര്യ വന്ന് വീട്ടുപര ഭാഷ കൈക്ക് സ്ഥാനപ്പെട്ടു. അങ്ങനെ ഞങ്ങളിപ്പോൾ ജീവിക്കുന്നുണ്ട്. എൻ്റെ ഒരാഗ്രഹം മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിത് കൺക്ലൂഷൻ ചെയ്യും. എന്താ അറിയോ, ഇപ്പോൾ 2006 മുതൽ 2024 18 വർഷം ഞാൻ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുക. ഒരു ആഗ്രഹം എന്താ അറിയോ, മരിക്കുന്നതിന് മുമ്പേ ഒരു 3 സെൻറ്റ് സ്ഥലത്ത് ഒരു ഒറ്റ വീട്, അവിടെ നന്നായി കർത്താവിനെ ആരാധിച്ചുകൊണ്ട് ആ വീട്ടിൽ കിടന്ന് മരിക്കേണ്ട ആഗ്രഹം. എൻ്റെ ആഗ്രഹം അതാണ്, മരിക്കുന്നതിന് മുമ്പ് ഒരു കൊച്ചു വീട്. ആകയാൽ എന്നെ കേൾക്കുന്ന എൻ്റെ സാക്ഷ്യം കേൾക്കുന്ന ലോകത്തിന് 5 വൻകരകളിൽ പോകുന്ന ഈ ക്രൈസ്റ്റ് ബ്ലസ്സസ് ടിവിയെയും ഇതിനെ അവസരം ഒരുക്കിയ വാത്സല്യ കർത്തദാസനെയും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഞാൻ യേശുനാമത്തെ അനുഗ്രഹിക്കുന്നു. ഇത് എൻ്റെ പ്രേക്ഷകർ എൻ്റെ ഈ സാക്ഷ്യം കേട്ട് എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. എന്നെ കേട്ട എല്ലാവർക്കും യേശുനാമത്തെ ഒരിക്കൽ കൂടി വന്ദനം അറിയിച്ചുകൊണ്ട് ഞാൻ ഈ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. ആമേൻ.